السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. وصلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സമാദരണീയരായ സാദാത്തുകളെ, ഉലമാ മഹത്തുക്കളെ, ഉമറാക്കളെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട ഹുഫാദുകളായ കുഞ്ഞുമക്കളെ, വിദ്യാർത്ഥിനികളെ, സാധാരണഗതിയിൽ 13 വയസ്സ് പ്രായം മുതൽക്ക് വലിയ ഭാഷ കഴിവുകളൊന്നും ഉദയം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം മോശമല്ലാത്ത സദസ്സുകളിലൊക്കെ കയറി നിന്ന് ഉളുപ്പും മടിയും നാണവും ലജ്ജയും സഭാകമ്പവും ഒന്നുമില്ലാതെ നന്നായി വായടിച്ച് ശീലമുള്ള, വർത്താനം പറഞ്ഞ് ശീലമുള്ള ഈ വിനീതൻ ഇവിടെ മഹത്തായ ഒരു കർമ്മനിർവഹണത്തിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എത്ര പിടിച്ചു വെക്കാൻ ശ്രമിച്ചിട്ടും അറിയാതെ എൻ്റെ കാലും കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട്. എൻ്റെ നാവ് വെപ്രാളത്തിൻ്റെ പേരിൽ വറ്റുന്നുണ്ട്. ഇത് മഹാനായ വിശിഷ്ട അതിഥിയുടെ ഉറുദു ഭാഷയിൽ നടത്തിയ പ്രസംഗം അതുപോലെ നിങ്ങളോട് തർജ്ജമ ചെയ്യുക എന്ന ദൗത്യ നിർവഹണത്തിൽ പ്രയാസമുള്ളതുകൊണ്ടല്ല, അത് എളുപ്പമാണ്. മുഖ്യപ്രഭാഷണം നടത്തുക എന്ന എൻ്റെ ഉത്തരവാദിത്വത്തെ എനിക്ക് അനുവദിച്ച 40-45 മിനിറ്റ് നേരം നീട്ടി പ്രസംഗിക്കുന്നതിൻ്റെ പ്രയാസം കൊണ്ടുമല്ല, പക്ഷെ വാക്കുകളെ കൊണ്ട് പറയാൻ കഴിയാത്ത, മനസ്സിലൊളിപ്പിച്ചാലും ചിലപ്പോൾ ഈ ഇടറൽ ശബ്ദത്തിലൂടെയും കണ്ണിൽ നിന്ന് മുതിർന്നു വീഴുന്ന കണ്ണുനീർ തുള്ളികളിലൂടെയും പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുന്ന ചില വികാരങ്ങളുടെ പങ്കുവെക്കലാണ് ഈ ഒരു പ്രതിസന്ധിയിൽ വിനീതനെ ആഴ്ത്തിയിട്ടുള്ളത്. എന്നെ കേൾക്കാൻ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയങ്കരരായ പുരുഷ സഹോദരങ്ങളും മറയ്ക്ക് പിന്നിലെ നമ്മുടെ പ്രിയങ്കരികളായ ഉമ്മമാർ, സഹോദരിമാരും, ഹാഫിളാത്തുകളായ പെൺകുഞ്ഞുങ്ങളുമൊക്കെ എന്നിൽ നിന്നും ഒരു പ്രൗഢഗംഭീരമായ പ്രഭാഷണം പ്രതീക്ഷിക്കുന്നതിന് പകരം ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ, ഇതിൻ്റെ പിന്നിൽ നമുക്ക് മുമ്പ് പലരും പറഞ്ഞു തന്ന കഥകളൊക്കെ കേൾക്കുമ്പോൾ, അതിൻ്റെ സത്യസാക്ഷ്യങ്ങളായി നമുക്ക് മുമ്പിൽ വിരിഞ്ഞു നിൽക്കുന്ന ഈ പുഷ്പങ്ങളുടെ ഇതളുകൾ ദർശിക്കുമ്പോൾ, അതിൽ നിന്നും ഒരു പക്ഷേ നമ്മുടെ കൽബ് കൊണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന പരിമളത്തെ, അതിൻ്റെ സൗരഭ്യത്തെ ആസ്വദിക്കുമ്പോൾ എൻ്റെ വാക്കുകൾക്കപ്പുറം നിങ്ങൾ ചിലതൊക്കെ മനസ്സിലാക്കും. എൻ്റെ വാക്കുകൾക്കപ്പുറം എന്നെ കേൾക്കുന്നവർ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ലഭിച്ച ഈ മഹത്തായ സൗഭാഗ്യത്തെ ജീവിതാന്ത്യം വരെ മതിപ്പോടുകൂടി കാണാൻ അർഹമായ നിലയിൽ അതിന് ശുക്ർ ചെയ്യാൻ, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൻ്റെ വാഹകരായി, അതിൻ്റെ പ്രബോധകന്മാർ, പ്രചാരകന്മാരായി നിലകൊള്ളാൻ, അവസാനം നമ്മുടെ ബഹുമാന്യനായ മുത്തവല്ലിയെ പോലെ സന്തോഷത്തോടുകൂടി പരലോകം പ്രാപിക്കാൻ, സ്വർഗം പോകാൻ സാധുക്കളായ നമുക്കൊക്കെ തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും ചെറുതു വലുതുമായ ഈ അധ്വാനത്തെ അള്ളാഹു കരുണയോടുകൂടി സ്വീകരിക്കുമാറാകട്ടെ.
നമ്മുടെ പ്രിയങ്കരരായ മക്കൾ, പിന്നിൽ വളരാൻ പോകുന്ന നമ്മുടെ മുത്തുകൾ, അവരുടെ ജീവിതത്തിൽ കണ്ണിനും കൽബിനും കുളിർമയുണ്ടാകുന്ന അനുഭവങ്ങൾ നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിലയിലുള്ള ഫിത്നകളിലും ഫസാദുകളിലും അനാവശ്യങ്ങളിലും ആഭാസങ്ങളിലും നമ്മളെയോ നമ്മളുടെ കുടുംബങ്ങളെയോ നമ്മുടെ കൂട്ടാളികളെയോ നമ്മുടെ സമുദായത്തെയോ അള്ളാഹു കുടുക്കിക്കളയാതെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ദാറുൽ ഉലൂം നദ്വത്തുൽ ഉലമയിൽ അരനൂറ്റാണ്ടിലധികമായി പരിശുദ്ധ ഹദീസിൻ്റെ ഗ്രന്ഥം ആയിരക്കണക്കിന് തിൽമീദുകൾക്ക്, ശിഷ്യന്മാർക്ക്, ലോകമെമ്പാടും നദ്വികൾ എന്ന പേരിൽ പ്രസിദ്ധരായിട്ടുള്ള പണ്ഡിത ശ്രേഷ്ഠന്മാർക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാനുഭവനാണ് നമ്മുടെ മുമ്പിൽ മൗലാന സക്കരിയ സാഹിബ് ദാമത് ബറക്കാത്തുഹു. അദ്ദേഹമാണ് നമ്മളോട് ഈ സനദ് ദാന പ്രഭാഷണത്തിലെ അനുഗ്രഹ ഭാഷണം നടത്തിയത്. ആ വാക്കുകൾ ഓരോന്നും അക്ഷരം പ്രതി നിങ്ങളോട് തർജ്ജമ ചെയ്യാൻ ഒരു പക്ഷേ എന്നെക്കൊണ്ട് സാധിച്ചെന്ന് വരികയില്ല. പക്ഷേ ആ മഹാമനസ്കൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മുമ്പിൽ അദ്ദേഹം വെളിപ്പെടുത്തിയ ചില വസ്തുതകളുണ്ട്. ഞാൻ ശ്രദ്ധിച്ചു, സാധാരണ നമ്മൾ ഇത്ര മെനക്കെട്ട് ദൂരെ നിന്നും പണ്ഡിതന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് അനുഗ്രഹ ഭാഷണം നടത്താൻ നിർദ്ദേശിക്കുമ്പോൾ അവരൊക്കെ പറയാറുള്ള ഒരു പ്രസംഗ ശൈലിയുണ്ട്. ആ ശൈലികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി ഞാൻ സാധാരണ മൗലാന അവറുകളെ പരിചയപ്പെടുത്തുമ്പോൾ പറയാറുണ്ട്, മൗലാന സക്കരിയ സമ്പലി എന്നാണ് എല്ലാവരും പറയാറ്. ഞാൻ പറയാറ് മൗലാന സക്കരിയ സിമ്പിളി എന്നാണ്. സിമ്പിളായി, വളരെ സിമ്പിളായി നമ്മളോട് ചില വികാരങ്ങൾ പങ്കുവച്ചു. രസകരമായ നിലയിൽ, എന്നാൽ മനസ്സിൽ തട്ടുന്ന നിലയിൽ, ഹൃദയസ്പൃക്കായ വാക്കുകളിലൂടെ ചില വിഷയങ്ങൾ നമുക്ക് മുമ്പിൽ അദ്ദേഹം പകർന്നു തന്നു. അദ്ദേഹം ആദ്യം പറഞ്ഞു, ഈ സദസ്സിനെ സംബോധന ചെയ്ത് സംസാരിക്കാൻ എന്നോട് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ മുമ്പിലിരിക്കുന്ന, ഞാൻ അഭിസംബോധന ചെയ്യുന്ന ആളുകൾ പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ചവരാണ്, പരിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്തവരാണ്. ആൺകുട്ടികളും പെൺകുട്ടികളുമായി ഒരു വലിയ സംഖ്യ എൻ്റെ മുമ്പിൽ ഹിഫ്ള് പൂർത്തീകരിച്ചിട്ട് അവർ വാങ്ങിയ സനദിൻ്റെ അനുമോദനവും സന്തോഷവും പങ്കുവെക്കാൻ വേണ്ടി പ്രഭാഷണം നടത്താനാണ് എന്നെ ക്ഷണിച്ചത്. ഇപ്പോൾ കുറച്ച് നാളായി ഇത്തരം സദസ്സുകളിലേക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു വലിയ ദുഃഖമുണ്ട്. അദ്ദേഹം തുറന്നു പറയും, എനിക്കുണ്ടാകുന്ന വലിയൊരു നിരാശയുണ്ട്. എൻ്റെ ആ നിരാശ ഇപ്പോഴും എൻ്റെ മനസ്സിനെ വല്ലാതെ അലട്ടുകയാണ്. എൻ്റെ നിരാശ എന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ല ഒരു വീട് വെക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ജീവിത സൗകര്യങ്ങൾ, വാഹനവും മറ്റ് സൗകര്യങ്ങളും ഒക്കെ ചിലപ്പോൾ വലിയ തോതിൽ എനിക്ക് കെട്ടിപ്പടുക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ പേരിലൊന്നും ഞാൻ ഇങ്ങനെ വിഷമിച്ചിട്ടില്ല എന്ന് മാത്രം അദ്ദേഹം പറയുന്നു. എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരിക്കലും അങ്ങനത്തെ ഭൗതികമായ സൗകര്യങ്ങൾ ഇല്ലല്ലോ എന്നൊരു വേദന ഉണ്ടായിട്ടേ ഇല്ല, ഒരു വിഷമം ഉണ്ടായിട്ടേ ഇല്ല. പക്ഷേ എൻ്റെ മനസ്സിനെ അലട്ടുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന വലിയൊരു ദുഃഖം, ആ ദുഃഖം പങ്കുവെച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ സംസാരം തുടങ്ങുന്നത്. എന്താ ദുഃഖം എന്നറിയോ? എനിക്ക് പരിശുദ്ധ ഖുർആൻ ഹാഫിളാകാൻ കഴിഞ്ഞില്ലല്ലോ. ഞാൻ എൻ്റെ കുടുംബ സാഹചര്യത്തിൽ, ചെറുപ്പകാലത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ നാട്ടിലെ സ്കൂളിൽ 10ാം ക്ലാസ് വരെ പഠിച്ചു. യു പിക്കാരനെ അദ്ദേഹം പറയും, 10ാം ക്ലാസ് വരെ പഠിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ നല്ല നാളുകൾ ഞാൻ പാഴാക്കി. 10ാം ക്ലാസ് പാസ്സായി കഴിഞ്ഞിട്ട് പടച്ചവൻ്റെ തീരുമാനപ്രകാരം പിന്നെ മറ്റു പഠനങ്ങളിലേക്കൊക്കെ കുറച്ച് പോയി. പിന്നീട് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അറബി പഠിച്ചു, ദീൻ പഠിക്കാൻ അവസരം കിട്ടി, ഖുർആനും ഹദീസുമായി ബന്ധപ്പെട്ട ഇൽമ് തേടി. പക്ഷേ ഈ യാത്രയ്ക്കിടയിൽ എനിക്ക് പരിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ കഴിയാതെയായിപ്പോയി. പരിശുദ്ധ ഖുർആൻ ഹാഫിളാകാൻ എനിക്ക് സാധിക്കാതെ പോയി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശ, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം ഇതാണ്. എനിക്ക് പരിശുദ്ധ ഖുർആൻ ഹാഫിളാകാൻ കഴിഞ്ഞില്ലല്ലോ. യഥാർത്ഥത്തിൽ ഇത് എത്ര വലിയ മഹത്തായ സൗഭാഗ്യമാണ്. പരിശുദ്ധ ഖുർആൻ ഹാഫിളാകുന്നവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എത്രത്തോളമാണ്, അത് പാരായണം ചെയ്യുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എത്രത്തോളമാണ്. ജനങ്ങൾക്കിടയിൽ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് നമ്മൾ സാധാരണ കേൾക്കാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തു, പരിശുദ്ധ ഖുർആനിൽ നിന്നും ആരെങ്കിലും ഒരക്ഷരം മൊഴിഞ്ഞാൽ, ഒരക്ഷരം ഓതിയാൽ അതിൻ്റെ പേരിൽ അവന് 10 നന്മ ലഭിക്കുന്നതാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു,
അലിഫ് ലാം മീം എന്നത് ഒരക്ഷരമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പിന്നെ അലിഫ് ഒരക്ഷരമാണ്, ലാം മറ്റൊരക്ഷരമാണ്, മീം മറ്റൊരക്ഷരമാണ്. അലിഫ് ലാം മീം എന്നൊരാൾ ഓതുമ്പോൾ അവന് 30 നന്മ കിട്ടിയെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മഹാനവറുകൾ പറയാണ്, ഞാൻ ഹിഫ്ള് പഠിക്കാൻ ഭാഗ്യം കിട്ടാത്ത ഭാഗ്യദോഷിയാണെങ്കിലും ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിൽ UP എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാനോ വിശ്വസിക്കാനോ പോലും കഴിയാത്തത്ര കടുപ്പപ്പെട്ട തണുപ്പും അന്തരീക്ഷവും ഒക്കെയുള്ള ആ നാട്ടിലെ ഒരു സ്ഥാപനത്തിലാണ് ഞാൻ താമസിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ. ഇപ്പോൾ അടുത്ത കാലത്ത് തൊട്ടടുത്തൊരു വീടുണ്ടാക്കിയതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് താമസം മാറിയത്. ഞാൻ അവിടെ തന്നെയാണ് താമസിക്കുക. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഈ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോലെ കൊച്ചു കിടാങ്ങൾ തണുപ്പ് മുറ്റി നിൽക്കുന്ന ഡിസംബർ ജനുവരി പോലെയുള്ള UPയിലെ താങ്ങാൻ കഴിയാത്ത തണുപ്പിൻ്റെ കാലാവസ്ഥയിൽ ആ കുഞ്ഞുങ്ങളുടെ ഉസ്താദന്മാർ അവരുറങ്ങുന്ന റൂമുകളിൽ വന്ന് അവരെ തട്ടി മുട്ടി എഴുന്നേൽപ്പിക്കും. അവരിങ്ങനെ കിറുകിറുകിറുകിറുന്ന് വിറച്ചുകൊണ്ട് എഴുന്നേൽക്കും. നിങ്ങൾക്ക് കേരളീയർക്ക് ഞങ്ങളുടെ നാട്ടിൻ്റെ തണുപ്പ് സങ്കല്പിക്കാൻ പോലും ചിലപ്പോൾ സാധിച്ചെന്ന് വരികയില്ല. ഈ 4 മണി സമയത്ത് ആ കടുപ്പപ്പെട്ട തണുപ്പിൽ ഈ കൊച്ചു കിടാങ്ങൾ എഴുന്നേറ്റ് പള്ളിയിൽ വരും. പള്ളിയിൽ ഒരുപക്ഷെ ചൂടുവെള്ളത്തിൻ്റെ ചെറിയൊരു ഇന്തിളാമൊക്കെ ഉണ്ടെന്നല്ലാതെ നമ്മളുടെ മറ്റാളുകളൊക്കെ ജീവിക്കുന്നത് പോലെ ഹീറ്റർ പോലത്തെ സംവിധാനമൊന്നുമില്ല. 4 ഭാഗത്തും ഇങ്ങനെ മറ തൂക്കിയിട്ടിട്ട് തണുപ്പകത്തേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുമെങ്കിലും എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയും കൊതിവിടുകയും ബേജാറായി പലപ്പോഴും എൻ്റെ മനസ്സ് വിങ്ങിപ്പൊട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. ഈ കൊച്ചു കുഞ്ഞുങ്ങൾ വന്നിരുന്നു കൊണ്ട് അലിഫ് ലാം മീം എന്ന് പറയും. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി എന്ന് വിറച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരക്ഷരത്തിന് 10 നന്മയും അലിഫ് ലാം മീം എന്ന് ഓതുമ്പോൾ 30 നന്മയും കിട്ടുമെന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ഈ കൊച്ചു കിടാങ്ങളുടെ ജീവിതത്തിൽ അവർ നേടിയെടുത്ത സമ്പാദ്യം എത്ര വലുതായിരിക്കും. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ എന്നൊരു ആയത്ത് ഓതുമ്പോൾ അതിൻ്റെ പേരിൽ എത്ര നന്മ കിട്ടുമെന്ന് ഞാൻ എണ്ണി പറയുന്നില്ല, കണക്ക് കൂട്ടുന്നില്ല. നിങ്ങൾ കണക്ക് കൂട്ടിയാൽ മതി, നിങ്ങൾ ഹിസാബ് ചെയ്താൽ മതി. എത്ര നന്മകൾ ഈ കുട്ടികൾ നേടിയിട്ടുണ്ടാകും. ഒരു പ്രാവശ്യമാണോ? 1 പ്രാവശ്യം, 2 പ്രാവശ്യം, 10 പ്രാവശ്യം, 12 പ്രാവശ്യം ഓതിയാൽ മനഃപ്പാടമാകുമോ? അത് പഠിച്ചവർക്കും പഠിപ്പിച്ചവർക്കും അറിയാമല്ലോ. അവരെത്ര പ്രാവശ്യം ഓതിക്കാണും. ഓതി ഹാഫിളുകളായിട്ട് ഓത്ത് നിർത്തുകയല്ലോ, പിന്നെയും അവർ ഓതിക്കൊണ്ടേയിരിക്കുകയല്ലേ. ഈ കുഞ്ഞുങ്ങൾ നേടിയെടുത്ത മഹത്തായ പ്രതിഫലത്തെക്കുറിച്ചിട്ട് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് വല്ലാത്ത വിഷമം വരും, വല്ലാത്ത വ്യസനം വരും. എൻ്റെ വിഷമവും വ്യസനവും മറ്റൊന്നുമല്ല, എനിക്ക് ഹാഫിളാകാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ്. പ്രിയപ്പെട്ടവരെ, വേറെ ഏതെങ്കിലും ഒരു വിഷയത്തിൻ്റെ പേരിൽ ഞാൻ ഇന്ന് വരെ വേദനിച്ചിട്ടില്ല. എനിക്ക് കച്ചവടക്കാരനാകാൻ കഴിഞ്ഞില്ലല്ലോ, എനിക്ക് വലിയ വീടിൻ്റെ ഉടമയാകാൻ കഴിഞ്ഞില്ലല്ലോ, മറ്റേതെങ്കിലും വിദ്യ നേടാൻ എനിക്ക് സാധിച്ചിട്ടില്ലല്ലോ എന്നൊന്നും 1% പോലും എൻ്റെ മനസ്സിൽ ദുഃഖമുണ്ടായിട്ടില്ല, വേദനയുണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ വേദനയുണ്ടായത് ഈ ഒരു വിഷയത്തിൽ മാത്രമാണ്. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ ഈ ഇരിക്കുന്ന ഹാഫിളാത്തുകളായ നമ്മുടെ പ്രിയങ്കരരായ പൊന്നോമനകൾ എത്ര വലിയ ഭാഗ്യശാലികളാണ്. ഈ ഭാഗ്യശാലികൾക്ക് പടച്ചവൻ നൽകാൻ പോകുന്ന പ്രതിഫലം, അതിനെക്കുറിച്ചിട്ട് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ പ്രതിഫലം ആരാണോ നൽകുന്നത് അവനറിയാം. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പ്രതിഫലം എത്ര വലിയ പ്രതിഫലമാണ്. അത് വാങ്ങുന്നവരാരാണോ ഇവർക്കറിയാം. നാളെ താമസിയാതെ അവർ ആ പ്രതിഫലം വാങ്ങുമ്പോൾ അതെത്ര വലിയ പ്രതിഫലമാണെന്ന് ഇവർക്കറിയാം. അന്ന് നമ്മളൊക്കെ അസൂയപ്പെടും, അത്ഭുതപ്പെടും, നമ്മളൊക്കെ മൂക്കിൽ കൈവക്കും. മഹ്ശറയുടെ വൻസഭയിൽ ആളുകളൊക്കെ നട്ടം തിരിയുന്ന സാഹചര്യത്തിൽ എല്ലാവരും അവരവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിചാരിച്ചുകൊണ്ട് നെട്ടോട്ടമോടുന്ന സാഹചര്യത്തിൽ ചില കുഞ്ഞുങ്ങളെ അങ്ങേയറ്റം ആദരിക്കപ്പെടുന്നു എന്നൊരു വാർത്ത മഹ്ശറയിൽ ആളുകൾ ഇങ്ങനെ ശ്രദ്ധിക്കും. ആ ഒരു കുഞ്ഞിനെ ആദരിച്ചു, ബഹുമാനിച്ചു. അവനെ മാത്രമാണോ അവൻ്റെ മാതാപിതാക്കൾ, അവൻ്റെ രക്ഷിതാക്കൾ, അവനെ പഠിപ്പിച്ച ഉസ്താദന്മാർ, അവനുമായി ബന്ധപ്പെട്ടവരൊക്കെ ആദരിക്കുന്നത് കാണുമ്പോൾ ഇത്രയേറെ പ്രാധാന്യവും മഹത്വവും ഒരു കുഞ്ഞിന് കൊടുക്കുന്നതായി മഹ്ശറയിലുള്ള ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അത്ഭുതത്തോടുകൂടി ആളുകൾ ഇങ്ങനെ ചോദിക്കും, ആരാണാവോ ആ കുഞ്ഞ്? ഇത്രയേറെ ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ഈ കുഞ്ഞ് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ അവിടെ നൽകപ്പെടുന്ന ഒരു മറുപടിയുണ്ട്. എന്താ മറുപടി എന്നറിയാവോ? സഹോദരങ്ങളെ, ഇത് നമ്മളുടെ നാട്ടിലെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ കുഞ്ഞായിരുന്നു. അവൻ്റെ ഗരീബിയിൽ, അദ്ദേഹം പറഞ്ഞ വാക്കുപയോഗിച്ച് പറഞ്ഞാൽ, അവൻ്റെ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ജീവിച്ചു പോന്നപ്പോൾ നമ്മളൊക്കെ നമ്മളുടെ മക്കളെ ആരാക്കാൻ ശ്രമിച്ചു? നമ്മുടെ മക്കളെ കാറോബാർ അഥവാ കച്ചവടക്കാരാക്കാൻ ശ്രമിച്ചു.
വലിയ വലിയ ഡിഗ്രികൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു. നമ്മൾ നമ്മുടെ മക്കളെ കൊണ്ട് കച്ചവടവും ഡിഗ്രിയും മറ്റുമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് സുഖജീവിതം നയിക്കാൻ ശ്രമിച്ചു. നമ്മൾ ദുനിയാവിൽ അടിച്ചു പൊളിച്ചു സുഖമായി ജീവിച്ചപ്പോൾ ഈ പാവപ്പെട്ടവൻ അവൻ്റെ ഗുർബത്തും അവൻ്റെ ദാരിദ്ര്യവും അവൻ്റെ പട്ടിണിയും ഒക്കെ സഹിച്ചുകൊണ്ട് ആ പട്ടിണിയോടുകൂടി അവൻ്റെ മകനെ അവൻ ഹാഫിളാക്കി ഖുർആൻ പഠിപ്പിച്ചു. ഇന്ന് നമ്മളൊക്കെ ഇങ്ങനെ നട്ടം തിരിയുമ്പോൾ ഇതാ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരനായ ആ മനുഷ്യൻ്റെ ബുദ്ധിപരമായ തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ അവൻ്റെ മകൻ ഇവിടെ ആദരിക്കപ്പെടുകയാണെന്ന് നാളെ മഹ്ശറയിൽ പറയുമ്പോൾ എൻ്റെ ഈ വസനം കുറച്ചും കൂടെ കൂടൂലേ, എൻ്റെ ഈ വസനം കുറച്ചും കൂടി വർദ്ധിക്കൂലേ? നമ്മൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നമുക്ക് വേണ്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന പ്രതിഫലത്തിൻ്റെ കടുപ്പം നേരിട്ട് കാണുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന അവസ്ഥ. അദ്ദേഹം അതിൻ്റെ ഇടയിൽ പറഞ്ഞു, ഞാനൊരു കാര്യം ഇടയ്ക്ക് കയറി പറഞ്ഞോട്ടെ. സാധാരണഗതിയിൽ നമുക്കിടയിൽ ഒരു ചിന്താഗതിയുണ്ട്. ഖുർആൻ പഠിച്ചു, മുസ്ലിയാരായി, മൗലവിയായി, പള്ളിയുമായി ബന്ധപ്പെട്ടു, അങ്ങനെയൊക്കെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതം കിട്ടിയില്ല എന്നൊരു ധാരണ. ജീവിക്കാൻ മറന്നുപോയി നമ്മൾ പറയാറില്ലേ? ജീവിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചില്ല, പണിയെടുത്തില്ല, ജോലി നേടിയില്ല, കച്ചവടം ചെയ്തില്ല, ലാഭം ഉണ്ടാക്കിയില്ല, പണമുണ്ടാക്കിയില്ല എന്നൊക്കെ നമ്മൾ ചില ആളുകളൊക്കെ പറയാറുണ്ട്. മഹാനവറുകൾ പറയുകയാണ്, വാസ്തവത്തിൽ ഖുർആനിൻ്റെ ഭാഷ പരിശോധിച്ചാൽ, ഖുർആൻ പരിചയപ്പെടുത്തിയ വാക്കുകളുടെ അർത്ഥങ്ങൾ പരിശോധിക്കാൻ ശ്രമിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ധാരണയും വിശ്വാസവും കാഫിറിൻ്റെതാണ്, മുസ്ലിമിന് പറ്റിയതല്ല. ഇൻ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ. ഇതാണ് ജീവിതം എന്നൊരു ധാരണ, ഇതാണ് ജീവിതം എന്നൊരു തോന്നൽ. ഇവിടെ സുഖമായി ജീവിക്കാൻ ആവശ്യമായതൊക്കെ സമ്പാദിക്കണം എന്നൊരു തെറ്റിദ്ധാരണ. ആ ധാരണ കാഫിറിൻ്റെതാണ്, ആ ധാരണ മുസ്ലിമിൻ്റെതല്ല. മുസ്ലിമിന് അത് യോജിച്ചതുമല്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ എങ്ങനെങ്കിലുമൊക്കെ ജീവിച്ചങ്ങ് തീർക്കാം. പക്ഷേ മരണത്തോടുകൂടി വരാൻ പോകുന്ന പരലോകത്ത് എനിക്കും നിങ്ങൾക്കും സുഖജീവിതം നയിക്കണമെങ്കിൽ, സ്വർഗീയമായ ഒരവസ്ഥയും സ്വീകാര്യതയും ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് നമ്മളൊക്കെ ആലോചിക്കേണ്ടത്. അതാണ് മുസ്ലിമീങ്ങളായ നമ്മൾ അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. അദ്ദേഹം പറയാണ്, നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യനാണ്, നിങ്ങളെപ്പോലെ ചെറുപ്പകാലത്തിൻ്റെ കുസൃതികൾ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ചെറുപ്പകാലത്തിൽ ഒരുപാട് കുരുത്തക്കേടുകൾ കാട്ടിയതിൻ്റെ ഒക്കെ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. ഇന്ന് എനിക്ക് 80 വയസ്സ് പ്രായമായി. സാധാരണഗതിയിൽ മനുഷ്യന്മാർക്കിടയിൽ മറ്റൊരു ധാരണയുണ്ട്, മറ്റൊരു ചിന്തയുണ്ട്. എന്താ ചിന്ത? പറയാറുള്ള ബൗഖൂഫിയത്ത് എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ, വിഡ്ഢിത്തത്തിൻ്റെ ഒരു പ്രഖ്യാപനം, വിഡ്ഢിത്തത്തിൻ്റെ ഒരു ചിന്ത, ഒരു പറച്ചിലുണ്ട്. എൻ്റെ മകനെ ഞാൻ ഹാഫിളാക്കിയാൽ, എൻ്റെ മകനെ ഞാൻ ആലിമാക്കിയാൽ, എൻ്റെ മകനൊരു പള്ളിപ്പണി കിട്ടിയാൽ, എൻ്റെ മകനൊരു മുസ്ലിയാരും ഉസ്താദും ദർസ് നടത്തുന്നവനുമായാൽ അവൻ എങ്ങനെയാ കഞ്ഞി കുടിക്കുക എന്നൊരു ധാരണ, ഒരു ചോദ്യം, ഒരു പറച്ചിൽ. കഞ്ഞി കുടിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാൻ 80 വയസ്സ് പ്രായമുള്ള അനുഭവജ്ഞാനം നിങ്ങളെക്കാൾ ഒരുപക്ഷെ അധികമുള്ള ഒരാളാണ്. എൻ്റെ ചെറുപ്പകാലത്തിൻ്റെ ഓർമ്മകൾ, എൻ്റെ കുസൃതികളൊക്കെ എൻ്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും താലോലിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ജവാനിയിൽ, എൻ്റെ യുവത്വത്തിൽ ഞാൻ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ എനിക്കിപ്പോഴും വിഷമത്തോടു കൂടി ഓർക്കാൻ കഴിയുന്നുണ്ട്. എൻ്റെ കൗമാരം കഴിഞ്ഞു, ബാല്യം കഴിഞ്ഞു, എൻ്റെ യുവത്വം കഴിഞ്ഞു. അതിനുശേഷം ഞാനിതാ ഒരു പുതിയ ലോകത്ത് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. 80 വയസ്സ് പ്രായമായി. ഈ 80 വയസ്സ് പ്രായത്തിൻ്റെ ഇടയിൽ നിങ്ങളെക്കാൾ കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട് അനുഭവങ്ങൾ. ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, ഈ ലോകത്തെ പടച്ച് പോറ്റി വളർത്തിക്കൊണ്ടിരിക്കുന്ന പടച്ചവൻ ഇവിടെയുള്ള എല്ലാ ഉറുമ്പുകൾക്കും ആഹാരം നൽകുന്നു, കീടങ്ങൾക്ക് ആഹാരം നൽകുന്നു, പക്ഷിപറവാദികൾക്ക് ആഹാരം നൽകുന്നു, വനാന്തരങ്ങളിലുള്ള വന്യജീവികൾക്ക് അള്ളാഹു ആഹാരം നൽകുന്നു. പ്രിയപ്പെട്ടവരെ, മത്സ്യങ്ങൾക്ക് അള്ളാഹു ആഹാരം നൽകുന്നു. പിന്നെ അവൻ്റെ കലാമു പഠിച്ച ഈ സാധുക്കൾക്ക് ആഹാരം നൽകാതിരിക്കുമോ? മാത്രമല്ല, കുറച്ചുകൂടി കടന്നു പറഞ്ഞാൽ, പടച്ചവനില്ലെന്ന് പറയുന്ന ആളുകൾക്ക് പടച്ചവൻ റിസ്ക് കൃത്യമായ നിലയിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അല്ലാത്ത മറ്റുള്ള വസ്തുക്കളിലേക്ക് ആകർഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു റിസ്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആരുടെ റിസ്ക്കിലും ഇന്ന് വരെയും ഒരു കുറവും പോരായ്മയും സംഭവിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഗ്രന്ഥം പഠിക്കുന്ന ആളുകൾക്ക് പടച്ചവൻ റിസ്ക് കൊടുക്കാതിരിക്കുമോ? മഹാനവറുകൾ പറഞ്ഞു, ഒരു വസ്തുത നിങ്ങൾ ബോധ്യപ്പെടണം. അള്ളാഹുവിന്റെ സന്നിധിയിൽ പരിശുദ്ധ കഅബാലയത്തെക്കാളും അവന് പ്രിയങ്കരമായ ഒന്നുണ്ട്. പടച്ചവന് പ്രിയങ്കരമായ ഒന്നുണ്ട്. മുഴുവൻ നബിമാരെക്കാളും പടച്ചവന് ഇഷ്ടകരമായ, പ്രിയങ്കരമായ ഒരു സംഗതിയുണ്ട്.
എല്ലാ മലക്കുകളെക്കാളും ഏറെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു സംഗതിയുണ്ട്. ആ സംഗതി എന്താണെന്നറിയോ? അവൻ്റെ പരിശുദ്ധമായ കലാമാണ്, പുണ്യമായ കലാമാണ്. ഇത് അള്ളാഹുവിൻ്റെ സിഫത്താണ്, അള്ളാഹുവിൻ്റെ സിഫത്താണ്. കഅബാലയത്തെക്കാളും നബിമാരെക്കാളും മലക്കുകളെക്കാളും പടച്ചവൻ ഇഷ്ടപ്പെടുന്ന പരിശുദ്ധ കലാം നിങ്ങളുടെ നെഞ്ചോട് ചേർത്ത് വെച്ചാൽ, നിങ്ങൾ അതിനെ മാലയാക്കി തോളിലണിഞ്ഞാൽ, അതണിഞ്ഞ് നടക്കുന്ന അടിയാറുകൾക്ക് റിസ്ക് നൽകാൻ, അന്നം നൽകാൻ അള്ളാഹു ഒരിക്കലും മാറി നിൽക്കുകയില്ല. പെട്ടവരെ, ഒരിക്കലും നമുക്ക് റിസ്ക് നൽകാതിരിക്കുകയില്ല. നമ്മൾ എവിടുന്ന് കഞ്ഞി കുടിക്കുമെന്ന് ഒരിക്കലും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുന്നു, 80 വർഷക്കാലത്തെ എൻ്റെ അനുഭവത്തെ മുന്നിൽ വെച്ചുകൊണ്ട്, നിങ്ങൾ ഇന്ന് വിമാനത്തിൽ സഞ്ചരിക്കുന്നവരാണ്, വിമാന യുഗത്തിൽ ജീവിക്കുന്നവരാണ്. ഇന്ന് നമ്മൾ വളരെ സ്പീഡിൽ ഓടുന്ന ട്രെയിനുകളെ കണ്ട് ശീലമുള്ളവരാണ്. ട്രെയിനിൽ ഓടി 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 ലോകവും ലോകരും അവരുടെ ആയുസ് പാഴാക്കിക്കൊണ്ടേയിരിക്കുന്നു. വിമാനത്തിൽ പറന്ന് 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 അവരവരുടെ ആയുസ് പാഴാക്കിക്കൊണ്ടേയിരിക്കുന്നു. എത്രയേറെ വിമാനങ്ങളിലോ വാഹനങ്ങളിലോ സഞ്ചരിക്കുന്ന ആളുകളും പാഴാക്കിക്കൊണ്ടിരിക്കുന്ന അവരുടെ ജീവിതം എവിടെങ്കിലും ഒന്ന് തടഞ്ഞു വീണ് മരിഞ്ഞു കഴിയുമ്പോൾ അവർ ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയുണ്ട്. അടയുന്ന കണ്ണുകളുടെ അകക്കണ്ണ് തുറക്കുമ്പോൾ അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുതയുണ്ട്. പടച്ചവനായിരുന്നു ഇതെല്ലാം സമ്മാനിച്ചത്, പടച്ചവനായിരുന്നു ഇതെല്ലാം നമുക്ക് നൽകിയത്. ഇന്ന് നമുക്ക് ആ സത്യത്തെ ബോധ്യപ്പെടാൻ സാധിച്ചാൽ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഒരിക്കലും അള്ളാഹു നമ്മളെ പാഴാക്കുകയില്ല, ഒരിക്കലും അള്ളാഹു നമ്മളെ പാഴാക്കുകയില്ല. അദ്ദേഹം പറയാണ്, ഞാനും നിങ്ങളും ആലോചിക്കണം. ഇനി ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം അള്ളാഹു നമുക്ക് റിസ്ക് തരണ്ടാന്ന് തീരുമാനിച്ചു എന്ന് വിചാരിച്ചോ? കഞ്ഞി കുടിക്കാൻ വക തരണ്ടാന്ന് തീരുമാനിച്ചു എന്ന് വിചാരിച്ചോ? നമ്മളെ പട്ടിണിക്കിടാനും കഷ്ടപ്പെടുത്താനും ജീവിത പ്രയാസങ്ങളിൽ പരീക്ഷിക്കാനും പടച്ചവൻ തീരുമാനിച്ചു എന്ന് വിചാരിച്ചാലും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രക്ഷിതാവിൻ്റെ തീരുമാനം നമുക്ക് ഗുണകരമാണ്, നന്മയാണ്, മേന്മയാണ്, ആദരവാണ്. ഒരു സംശയം വേണ്ട. നമുക്ക് അള്ളാഹു അവൻ്റെ ഏതെങ്കിലും ഒരു ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലപ്പം ആഹാരം തരുന്നില്ല എന്ന് വിചാരിച്ചോ, അഭിവൃദ്ധി തരുന്നില്ല എന്ന് വിചാരിച്ചോ, ദുനിയാവ് തരുന്നില്ല എന്ന് വിചാരിച്ചോ? അങ്ങനെ ദുനിയാവ് തരുന്നില്ലെങ്കിൽ വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു സന്മനസ് നമുക്കുണ്ടാകണം. മഹാനവറുകൾ പറഞ്ഞു, നമ്മളുടെ ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഉമ്മമാർക്ക് മക്കളോട് എത്ര ഭയങ്കര പ്രിയമുണ്ട്, സ്നേഹമുണ്ട്. ഉമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഉമ്മമാർക്ക് മക്കളോടുള്ള സ്നേഹത്തെ നമുക്ക് അളക്കാൻ കഴിയും, കാണാൻ കഴിയും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ മക്കൾക്ക് രോഗമുണ്ടാകുമ്പോൾ, പനി ബാധിക്കുമ്പോൾ, ഛർദി വരുമ്പോൾ, വയറ്റിനസുഖം ഉണ്ടാകുമ്പോൾ ഡോക്ടർമാർ പറയും മക്കൾക്ക് പാല് കൊടുക്കരുത് എന്ന്. രാത്രിയിൽ വീട്ടിൽ വന്ന് മകളെ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുമ്പോൾ അമ്മ ആ കുഞ്ഞിനെടുത്ത് മടിയിൽ വെച്ചിട്ട് ഇങ്ങനെ താരാട്ട് പാടും. അമ്മയുടെ കയ്യിൽ പാലുണ്ട്, കൊടുക്കാൻ ആവശ്യമായ ആഹാരമുണ്ട്. കുഞ്ഞ് കരഞ്ഞ് ആവശ്യക്കാരനായി കരഞ്ഞ് വെപ്രാളപ്പെടുകയാണ്. ഉമ്മ പാല് കുടിപ്പിക്കൂല, ഉമ്മ പാല് കൊടുക്കൂല. എന്താ? ഉമ്മാക്ക് കുഞ്ഞിനോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, ഉമ്മാക്ക് കുഞ്ഞിന് പാല് കൊടുക്കണമെന്ന് താല്പര്യമില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് തൽക്കാലം പാല് കൊടുക്കരുത് എന്നാണ്. ഡോക്ടർ പറഞ്ഞപ്പോൾ അതിൽ നന്മയുണ്ടെന്ന് വിശ്വസിക്കുകയും വിചാരിക്കുകയും ചെയ്തുകൊണ്ട് പാലുണ്ടായിരുന്നിട്ടും കുഞ്ഞിന് വിശപ്പുണ്ടായിരുന്നിട്ടും കരയുന്ന കുഞ്ഞിന് പാല് കൊടുക്കാത്ത ഉമ്മയുടെ കാരുണ്യം നിങ്ങളൊന്ന് കാണണ്ടേ. അദ്ദേഹം പറയാണ്, ഇനി ഇത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടല്ലാതെ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തി, നിങ്ങൾ പറഞ്ഞു കൊടുത്തോ എന്ന് എന്നോട് പറയുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, മഹാനായ നമ്മുടെ വിശിഷ്ടാതിഥി നമുക്ക് പറഞ്ഞു തന്ന സംഗതികൾ, ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ? ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കാൻ, അത് ഹിഫ്ള് ചെയ്യാൻ, മനനം ചെയ്യാൻ, അത് ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ നമുക്ക് നൽകിയ മഹാഭാഗ്യം. ഞങ്ങൾ കുറേ ദിവസങ്ങളായി മഹാനവറുകൾ പറഞ്ഞതുപോലെ ഇത്തരം സദസ്സുകളിൽ ഹുഫാദുകളുടെയും ഹാഫിളാത്തുകളുടെയും ഒക്കെ സനദ്ദാന സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രസംഗിച്ച് തളർന്നു എന്ന് പറഞ്ഞാൽ അധികപ്പറ്റാവുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കാര്യം ബോധ്യപ്പെടാനുണ്ട്. പരിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്യാതെ പോയ ഒരു മഹാനുഭവൻ, അദ്ദേഹത്തിൻ്റെ 10, 50, 60 വർഷക്കാലത്തെ ഹദീസ് ദറസിൻ്റെ ആ ഒരു സമ്പാദ്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ എനിക്ക് ഹാഫിളാകാൻ കഴിഞ്ഞില്ലല്ലോ, ഇന്നലെ ഇത്തരം ഒരു സദസ്സിൽ സംസാരിക്കുമ്പോൾ ഈ അടുത്ത കാലത്ത് ഒരു ഇൻ്റർവ്യൂ നടക്കുകയും അത് ദർശിക്കുകയും ചെയ്തതിൻ്റെ അനുഭവം പങ്കുവെക്കുകയുണ്ടായി. സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ മക്കയും മദീനയുമുള്ള നാട്, കഅബയും റൗളയുമുള്ള നാട്, അറബി ഭാഷ സംസാരിക്കുന്ന നാട്, ഖുർആൻ അവതരിച്ച നാട്, അഷ്റഫുൽ ഖൽക്ക് ജനിച്ചു വീണ നാട് സൗദി അറേബ്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകപ്രസിദ്ധനായ ഒരു ജേർണലിസ്റ്റുമായി ഒരു TV ചാനലുകാരൻ ഇൻ്റർവ്യൂ നടത്തുകയാണ്. TV ചാനലുകാരൻ
ആ ഇന്റർവ്യൂ ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ അത് കണ്ടിട്ടുണ്ടാകും. ചാനലിൽ ഇന്റർവ്യൂ നടത്തുന്നതിന് തൊട്ടു മുമ്പ് സാധാരണ കാണിക്കാറുള്ളത് പോലെ ആ മഹാനുഭവന്റെ വീട്ടിൽ അദ്ദേഹം ഒരുക്കി വച്ചിരിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇന്നോളം കിട്ടിയ ഷീൽഡുകൾ, അംഗീകാര പത്രങ്ങൾ, മെമൻഡോകൾ, നമ്മുടെ കുട്ടികൾക്കും മറ്റുമൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പോലെയുള്ള ലോകപ്രസിദ്ധനായ ഒരു ജേർണലിസ്റ്റിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാര പത്രത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി വച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വീട് മുഴുവൻ. ആദ്യം ഇന്റർവ്യൂ നടത്തുന്ന ആളുകൾ അതൊക്കെ ഒന്നിങ്ങനെ കാണിക്കുകയുണ്ടായി. അത് കാണുമ്പോൾ നമുക്കൊക്കെ ഇത്ര വലിയ ജേർണലിസ്റ്റോ, ഇത്ര വലിയ അവാർഡ് ലഭിച്ച മനുഷ്യനോ, ഇത്ര വലിയ അംഗീകാരമുള്ള ലോകപ്രസിദ്ധനായ മനുഷ്യനോ എന്നൊക്കെ തോന്നൂല്ലോ. ഇത് സൗദി അറേബ്യയിലാണ്. അദ്ദേഹവുമായുള്ള ഇന്റർവ്യൂ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവസാനിക്കാൻ പോകുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ ഒരു വാക്ക്, അതാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട മൗലാന അവറുകൾ പറഞ്ഞത്. അതേ മാനസികാവസ്ഥയിലാണ് ഇന്നത്തെ ഭാഷണം അദ്ദേഹം തുടങ്ങി വെച്ചത്. ആ ലോകപ്രസിദ്ധനായ ഒട്ടനവധി അംഗീകാര പത്രങ്ങൾ സ്വന്തമാക്കാൻ ജീവിതത്തിൽ അവസരം ലഭിച്ച മനുഷ്യൻ തന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളിനോട് അവസാനമായി, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സഹിക്കാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത, മറക്കാൻ കഴിയാത്ത ഒരു വലിയ ദുഃഖമുണ്ട് എന്ന് പറഞ്ഞു. ഒരു വലിയ ദുഃഖം. അത് പറയുകയും അദ്ദേഹം പൊട്ടി 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 കരയുകയും ചെയ്തു. എന്താ വിഷമം? എന്താ വിഷമം? മൗലാന പറഞ്ഞില്ലേ, വീടുണ്ടാക്കാൻ കഴിയാതെ പോയതാണോ, മക്കളെ പോറ്റാൻ കഴിയാതെ പോയതാണോ, ഈ തീർത്ഥയാത്രയിൽ, ജൈത്രയാത്രയിൽ, നെട്ടോട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ഭൗതിക വിഭവങ്ങളാണോ? എന്താ വിഷയം? എന്താ വിഷയം? അദ്ദേഹം പറഞ്ഞു, അതൊന്നുമല്ല. ഈ കാണുന്ന മുഴുവൻ ഷീൽഡുകളും അംഗീകാര പത്രങ്ങളും, എനിക്ക് ഭൗതികമായി ലഭിച്ചിട്ടുള്ള ലോകരുടെ അംഗീകാരങ്ങളൊക്കെ തന്നെയും ഞാൻ നൽകാമെന്ന് നിങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നു. അതിന് പകരമായി എനിക്ക് നഷ്ടപ്പെട്ടു പോയ ആ സൗഭാഗ്യം തിരിച്ചു കിട്ടുമോ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ തിരിച്ചു കിട്ടൂല എന്ന് എനിക്കറിയാം. എന്താ സംഗതി? സൗദി അറേബ്യയിലാണ്, ഖുർആൻ ഇറങ്ങിയ നാട്ടിലാണ്, ഖുർആനിന്റെ ഭാഷ മാതൃഭാഷയായി അംഗീകരിച്ച മഹൽ വ്യക്തിത്വമാണ്, ദീനുമായി അല്ലെങ്കിൽ ദീനിയായ അറിവുമായി അനൽപമായ ബന്ധമുള്ള ലോകപ്രസിദ്ധനായ ഒരു ജേർണലിസ്റ്റാണ്. പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു വലിയ ദുഃഖം എന്താണെന്നറിയോ? എന്താ ദുഃഖം? TV ചാനലിൽ ഇന്റർവ്യൂ നടത്തുന്ന ആൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മറ്റൊന്നുമല്ല, എനിക്ക് പരിശുദ്ധ ഖുർആൻ ഹിഫ്ള് ചെയ്യാൻ ഭാഗ്യം കിട്ടാതായിപ്പോയി. ഞാൻ ഹാഫിദുൽ ഖുർആൻ ആയില്ല, ബാക്കിയല്ല ആയി, ഹാഫിദുൽ ഖുർആൻ ആയില്ല. എനിക്ക് അഥവാ ആ ഭാഗ്യം കിട്ടുമെങ്കിൽ അതിന് പകരമായി ഈ കാണുന്ന മുഴുവൻ അംഗീകാരങ്ങൾ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്, ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിങ്ങനെ കുത്തിയിരുന്ന് ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും അവസാനം ഇങ്ങനെ ഒരു സദസ്സിൽ ആരുടെയെങ്കിലും ഒക്കെ പ്രഭാഷണങ്ങൾ പ്രകമ്പനം കൊള്ളിക്കുന്ന വാക്കുകളിലൂടെ കേൾക്കുകയും അതൊരു സാധാരണ സംഗതിയാണെന്ന് വിചാരിച്ച് തള്ളിക്കളയുകയും ചെയ്യരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന മഹത്തായ സൗഭാഗ്യം, ചെറിയ ഭാഗ്യമൊന്നുമല്ല. ഈ പ്രിയങ്കരായ കുഞ്ഞുങ്ങളെ ഹാഫിളുകളാക്കുന്നതിന് വേണ്ടി ഉസ്താദ് അവറുകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അധ്വാനിച്ച ഉസ്താദന്മാരുടെ ഭാഗ്യം, അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച ഉസ്താദന്മാരുടെ ഭാഗ്യം. ആ കുഞ്ഞുങ്ങളെ തങ്ങൾക്ക് മറ്റേതെങ്കിലുമൊക്കെ സംഗതികളിലേക്ക് ഇടപെടുത്തിക്കൊണ്ട് ഭൗതികമായി പലതും വെട്ടിപ്പിടിക്കാൻ കഴിയുമായിരുന്നിട്ടും മദ്രസകളിലേക്ക് പറഞ്ഞയച്ച അവരുടെ മാതാപിതാക്കളുടെ സന്തോഷം, അവരുടെ രക്ഷിതാക്കളുടെ സന്തോഷം, പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞുങ്ങളുടെ സന്തോഷം, ഇതൊന്നും അറിയിക്കാൻ കഴിയാത്ത മഹത്തായ ഒരു സൗഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭാഗ്യത്തെ തിരിച്ചറിയാൻ, അതിനർഹമായ നിലയിൽ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഹാഫിളാത്തുകളാകുന്ന ഖുർആനിന്റെ പരിശുദ്ധിയും അതിൻ്റെ നൂറും പ്രഭയും പരിമളവുമൊക്കെ മനസ്സിലും ശരീരത്തിലും നാവിലും ഒക്കെ സൂക്ഷിച്ചുകൊണ്ട് ഉമ്മത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന, സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന, കുടുംബങ്ങളിലേക്ക് പോകാൻ പോകുന്ന, തങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങാൻ പോകുന്ന പ്രസംഗ ഭാഷണങ്ങളുടെ, പ്രസംഗ പരമ്പരകളുടെ അല്ലെങ്കിൽ ഓത്തുപള്ളികളുടെ അതുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ നിന്നും ജീവിതത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന പ്രിയങ്കരായ കുഞ്ഞുങ്ങളോടും ആ കുഞ്ഞുങ്ങൾക്ക് നേതൃത്വം നൽകുന്ന, ശിക്ഷണം നൽകുന്ന, അവരെ പരിചരിക്കുന്ന അവരുടെ സമൂഹത്തോടും രക്ഷിതാക്കളോടുമൊക്കെ വിനീതമായ നിലയിൽ ഈ അവസാന നിമിഷത്തിൽ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നിർത്താൻ ശ്രമിക്കുകയാണ്. അള്ളാഹു പറയാനും കേൾക്കാനും അമൽ ചെയ്യാനുമൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ 34 ഹാഫിളാത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞു, 97ഓളം ഹാഫിളുകൾ ഉണ്ടെന്ന് പറഞ്ഞു. നജ്മുൽ ഹുദ എന്ന ഈ മഹത്തായ സംരംഭം, മഹത്തായ സൗധം, മഹത്തായ സ്ഥാപനം, മഹാനായ ഞങ്ങളുടെ മുത്തവല്ലി, ഞങ്ങളുടെ പ്രിയങ്കരനായ ഞങ്ങളുടെ മുത്തവല്ലി കഠിനമായ പ്രയത്നത്തിൻ്റെ അനന്തരഫലമായ നിലയിൽ ഇങ്ങനെയൊക്കെ പടുത്തുയർത്തിയിട്ട് അതിൽ നിന്നും ഓരോ വർഷവും അദ്ദേഹം വെച്ചുണ്ടാക്കിയ ചെടിയിൽ നിന്നും മുത്തായി, പുഷ്പങ്ങളായി ഇതള് വിടർത്തി പുറത്തേക്ക് വരുന്ന കുഞ്ഞുങ്ങളെ സമൂഹത്തിന് സമ്മാനിക്കുമ്പോൾ നിങ്ങളെ ഞങ്ങൾ ആരാക്കുന്നു എന്നൊരു ചോദ്യം. നിങ്ങളെ ഞങ്ങൾ ആരാക്കിയിട്ടാണ് സമൂഹത്തിന് സമ്മാനിക്കാൻ പോകുന്നത്?
അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഹാഫിളുകളാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫിളുകൾ, അദ്ദേഹം ഇടയിലൊരു പ്രയോഗം നടത്തി, ഹാഫിളുകളാകണം, മുഹാഫിളുകളാകണം, ഖാദിമുകളാകണം എന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചോ നിങ്ങൾ? ഹാഫിളുകളാകണം, മുഹാഫിളുകളാകണം, ഖാദിമുകളാകണം. വെറും ഹാഫിദുൽ ഖുർആൻ ആയാൽ പോരാ, വെറും ഹാഫിദുൽ ഖുർആൻ ആയാൽ പോരാ, നന്നായി ഈണവും ഇമ്പവുമുള്ള ശബ്ദങ്ങളിലൂടെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ കഴിയുന്ന മിഹ്റാബുകളെ വിറപ്പിക്കുന്ന ഓത്ത് ശീലമായാൽ മാത്രം പോരാ. അല്ലെങ്കിൽ മിമ്പറുകളിൽ കയറി നിന്നുകൊണ്ട് ഖുർആനിക വചനങ്ങൾ ഘോരം പ്രസംഗിച്ച് പ്രഭാഷണം നടത്തി പ്രകമ്പനം സൃഷ്ടിക്കുന്ന പ്രഭാഷകന്മാരും പ്രാസംഗികന്മാരുമായാൽ മതിയോ? അങ്ങനെയുള്ള കേവലാർത്ഥത്തിൽ ഒരു ചില ആളുകളെ വാർത്തെടുത്ത് വളർത്തിയെടുത്ത് സമൂഹത്തിന് സമ്മാനിക്കുകയാണ് എന്ന് വിചാരിക്കരുത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ നിന്നും സമൂഹത്തിന് സമ്മാനിക്കുന്ന ഖുർആനിൻ്റെ അഹ്ലുകാരായി, അതിൻ്റെ വാഹകരായി, അതിൻ്റെ സൂക്ഷിപ്പുകാരായി, അതിൻ്റെ പ്രയോക്താക്കളായി, അതിൻ്റെ പ്രബോധകന്മാരായി, പ്രചാരകന്മാരായി സമൂഹത്തിന് സമ്മാനിക്കുന്ന ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി അവരുടെ ജീവിതം അടിമുടി ഖുർആൻ ആയി മാറണം, ഖുർആനാണ് എന്ന് ഉറപ്പുവരണം. ഞാൻ സാധാരണ പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, പരിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിഹയാണ്. ഫാത്തിഹ ഒരു ആമുഖമാണ്, തുടക്കമാണ്, അതിൻ്റെ മുഖവുരയാണ്. അതുകൊണ്ട് ഫാത്തിഹയെ സംബന്ധിച്ചിട്ട് നമുക്ക് അധികം പറയാനില്ല. അതിനെക്കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആനിൻ്റെ ആകസാരം അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഫാത്തിഹയ്ക്ക് ശേഷം ആദ്യമായി നമ്മൾ പിന്നീട് പാരായണം ചെയ്യുന്ന സൂറത്തുൽ ബഖറയാണ്. സൂറത്തുൽ ബഖറ, അലിഫ് ലാം മീം ദാലികൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി പരിശുദ്ധ ഖുർആനിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒരധ്യായം നമ്മൾ ഓതി പഠിപ്പിക്കുമ്പോൾ അതിന് സൂറത്തുൽ ബഖറ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ബഖറ എന്ന് പറഞ്ഞാൽ പശു എന്നാണ് അർത്ഥം. പശു. ആദ്യത്തെ അധ്യായം സൂറത്തുൽ ബഖറയാണെങ്കിൽ രണ്ടാമത്തെ അധ്യായം എന്താണ്? അലിഫ് ലാം മീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം നസ്സല അലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി വഅൻസല അത്തൗറാത വൽ ഇൻജീൽ. രണ്ടാമത്തെ അധ്യായം അല്ലെങ്കിൽ മൂന്നാമത്തെ അധ്യായം ആല ഇമ്രാൻ എന്നാണ് പേര്. ആല ഇമ്രാൻ, ഒരു കുടുംബം. ആദ്യത്തെ അധ്യായത്തിൽ 4 കാലിൽ നടക്കുന്ന മൃണ്ടാപ്രാണിയായ ബഖറ എന്ന പേരുകൊണ്ട് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു പശുവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുമ്പോൾ രണ്ടാമത്തെ അധ്യായത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു കുടുംബത്തെ കുറിച്ചിട്ട് പറഞ്ഞു തുടങ്ങുന്നു പടച്ചവൻ. കുടുംബം അതാണ് ഇതിലെ പ്രമേയം, ഇതിലെ ഇതിവൃത്തം. ഇതിലൂടെ പടച്ചവൻ നമുക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം കുടുംബമാണ്. രണ്ടാമത്തെ സൂറത്ത്. മൂന്നാമത്തെ സൂറത്തോ സൂറത്തുൻ നിസാ എന്നാണ്. ഇവിടെ ഹാഫിളാത്തുകൾക്ക് നമ്മൾ അനുമോദനം നൽകുകയാണ്, മെമ്മൻഡോ നൽകുകയാണ്, സർട്ടിഫിക്കറ്റ് നൽകുകയാണ്. ഇത് മലപ്പുറം ജില്ലയുടെ ഹൃദയഭാഗത്താണ് ഈ ശബ്ദം ഇപ്പോൾ മുഴങ്ങുന്നത്. നമ്മൾ ഈ സുന്ദരമായ സന്ധ്യയിൽ വിടർന്നു നിൽക്കുന്ന പുഷ്പങ്ങൾ സ്ത്രീ സമൂഹത്തിന് വലിയൊരു സംസ്കാരത്തിന്റെ സമ്മാനമായ നിലയിൽ നമ്മൾ എടുത്തു കാട്ടുകയാണ്. അത് നമ്മളൊക്കെ ആസ്വദിക്കുമ്പോൾ, ആഹ്ലാദിക്കുമ്പോൾ, അതിൽ നമ്മളൊക്കെ പങ്കാളികളാകുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ മൂന്നാമത്തെ അധ്യായം സൂറത്തുൻ നിസാ ആണ്. പെണ്ണിനെ കുറിച്ച് പറയുന്ന വചനമാണ്, പെണ്ണിനെ കുറിച്ച് പറയുന്ന അധ്യായമാണ്. പെണ്ണെന്ന് പറഞ്ഞാൽ നിന്റെ ഉമ്മയെ കുറിച്ചിട്ട്, നിന്റെ സഹോദരിയെ കുറിച്ചിട്ട്, നിന്റെ മകളെ കുറിച്ചിട്ട്, നിന്റെ ഭാര്യയെ കുറിച്ചിട്ട്, ഭാര്യയായി, ഉമ്മയായി, പെങ്ങളായി, സഹോദരിയായിട്ടൊക്കെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ആളുകളെ കുറിച്ചിട്ട് നിന്നെ പഠിപ്പിക്കുകയാണ്. ആദ്യം 4 കാലിൽ നടക്കുന്ന അൽ ബഖറ എന്ന പശുവിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയിട്ട് ആല ഇമ്രാൻ എന്ന കുടുംബ ജീവിതത്തിലേക്ക് നമ്മളെ ഒക്കെ കൈപിടിച്ചാനയിച്ചിട്ട് അവിടെ നിന്നും പിന്നെ നമ്മുടെ ജീവിതത്തിന്റെ നല്ല പാതിയായി വരാൻ പോകുന്ന ഒരു പെണ്ണിനെ കുറിച്ച് നമ്മളെ പരിചയപ്പെടുത്തിയിട്ട് പ്രിയപ്പെട്ടവരെ അതിനുശേഷം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള വിശുദ്ധ അധ്യായത്തെ പരിശോധിച്ചാൽ യാ അയ്യുഹല്ലദീന ആമനു ഔഫൂ ബിൽ ഉഖൂദ് يا أيها الذين آمنوا أوفوا بالعقود أحلت لكم بهيمة الأنعام. സൂറത്തുൽ മാഇദ എന്നാണ് അതിൻ്റെ പേര്. മാഇദ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ സുപ്ര എന്നാണ്, തളിക എന്നാണ്. ഭക്ഷണത്തിനായി നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ള തീന്മേശ എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ സാധാരണഗതിയിൽ നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ആകെ ജീവിക്കുന്നത് അന്നത്തിന് വേണ്ടിയിട്ടല്ലേ, ആകെ ജീവിക്കുന്നത് ആഹാരത്തിന് വേണ്ടിയല്ലേ, ആകെ ജീവിക്കുന്നത് ഭക്ഷണം സുഭിക്ഷമാകാൻ വേണ്ടിയല്ലേ.
ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ വീട്ടിന് പുറത്ത് അധ്വാനിക്കുന്ന ആണുങ്ങൾ എന്തിനു വേണ്ടി അധ്വാനിക്കുന്നു എന്ന് ചോദിച്ചാൽ അന്നം നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, ആഹാരം തേടാൻ വേണ്ടിയിട്ടാണ്. അടുക്കളയുടെ ഉള്ളിൽ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്ന പെണ്ണുങ്ങൾ എന്തിനു വേണ്ടി അധ്വാനിക്കുന്നു എന്ന് ചോദിച്ചാൽ ആണുങ്ങൾ കൊണ്ടുതരുന്ന സാധനങ്ങൾ നന്നായി കുക്ക് ചെയ്ത് മാക്ക് ചെയ്ത് അവർക്കൊക്കെ ഇഷ്ട ആഹാരമായി ഭക്ഷണ തളികയുടെ രൂപത്തിൽ തീന്മേശയിൽ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടല്ലേ? അഷ്റഫുൽ ഖൽക്കായ താഹ റസൂലിൻ്റെ മേൽ പടച്ചവൻ അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനിൻ്റെ 4-ാമത്തെ അധ്യായം പരിശോധിച്ചാൽ പടച്ചവൻ പറയുന്നത് മാഇദ എന്ന ഒരു അധ്യായത്തെയാണ്. മാഇദ അതിൻ്റെ ആരംഭവാക്യം എന്താ അള്ളാഹു പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനൂ ഔഫു ബിൽ ഉഖൂദ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ. അതുവരെയും ആരംഭത്തിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങി, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് എന്ന് തുടങ്ങി, അലിഫ് ലാം മീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം എന്ന് തുടങ്ങി. മനുഷ്യനെ മനുഷ്യനാക്കാൻ 4 കാലിൽ നടന്നിരുന്നവനെ അന്നാസാക്കാനുള്ള ശ്രമം നടത്തി. ആ അന്നാസിനെ കുടുംബജീവിതത്തിലേക്ക് കൈപിടിച്ചാനയിച്ചു. കുടുംബജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാളിയായ പെണ്ണിന്റെ ബാധ്യതകളെയും ഉത്തരവാദിത്വങ്ങളെയും അവനെ ഉണർത്തി. അവസാനം അവനെ ഒരു തീന്മേശയുടെ മുമ്പിൽ ഒരുമിച്ചിരുത്താൻ ശ്രമിച്ചപ്പോൾ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആരംഭം കുറിച്ച വിശുദ്ധ വാക്യത്തിലാണ് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചത്. അറിയോ നിങ്ങൾ? അതിനു മുമ്പുള്ള അധ്യായങ്ങളൊന്നും തുടങ്ങിയപ്പോൾ യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചില്ല. ആദ്യത്തെ ഇത്രയും അധ്യായത്തിന്റെ വിശുദ്ധ വരികളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഒരു മനുഷ്യന് സാധിക്കുമ്പോഴാണ് അവൻ ആമനൂ ആകുന്നത്, വിശ്വാസിയാകുന്നത്. ആമനൂ എന്ന് പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, നിങ്ങളോട് എനിക്ക് ആദ്യമായി പറയാനുള്ളത് എന്താണെന്ന് അറിയുമോ? നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കണമെന്നല്ല, നിങ്ങൾ നീളക്കുപ്പായം അണിയണമെന്നല്ല, നിങ്ങൾ താടി വീട്ടി വളർത്തണമെന്നല്ല, നിങ്ങൾ സുന്നത്തായ നടപടിക്രമങ്ങളൊക്കെ അനുഷ്ഠിക്കണമെന്നല്ല, അതൊക്കെ വേണ്ടെന്നല്ല, അതൊക്കെ വേണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്നു മുതൽ ഈ 3 അധ്യായത്തിൻ്റെയും ഇതിവൃത്തത്തെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിയെടുത്ത് ഒരു നല്ല മനുഷ്യനായ നിലയിൽ സമൂഹത്തിന്റെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടാൻ പോകുന്ന, ഇറങ്ങിച്ചെല്ലാൻ പോകുന്ന നീ ഒരു വിശ്വാസിയാണെങ്കിൽ ഔഫു ബിൽ ഉഖൂദ്, ഔഫു ബിൽ ഉഖൂദ്, നീ വാക്ക് പാലിക്കണം കേട്ടോ, വർത്താനം നന്നാക്കണം കേട്ടോ, ജനങ്ങളുമായുള്ള നിന്റെ ബന്ധം നന്നാക്കണം, ജനങ്ങളുമായി എന്തെങ്കിലും കരാറുകളോ മറ്റോ നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൂർത്തീകരിക്കണം. ഇന്ന് സമൂഹത്തിൽ മുസ്ലിം ഉമ്മത്ത് അങ്ങേയറ്റം ആക്ഷേപിക്കപ്പെടുന്നത് ഈ ഒരു വിഷയത്തിലല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മളുമായി സംസാരിക്കുന്ന കച്ചവടാദി കാര്യങ്ങളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഇടപെടലുകൾ നടത്തേണ്ടി വരുമ്പോഴൊക്കെ ആളുകൾ പറയാറുള്ളത് മാപ്പിളാരുമായിട്ട് ഇടപെടാൻ കൊള്ളൂല, പിന്നെയും നല്ലത് അവനാണ് ഇവനാണ്. ഞാൻ പൊതു സദസ്സായതുകൊണ്ട് പറയാത്തത്, അവനാണ് ഇവനാണ്, മാപ്പിളമാരുമായിട്ട് ബന്ധപ്പെടാൻ കൊള്ളൂല. എന്താ? അവൻ വാക്ക് പറഞ്ഞാൽ പാലിക്കൂല, വാദ ചെയ്താൽ പൂർത്തീകരിക്കുകയില്ല, ഹക്കുകൾ അനർഹമായ നിലയിൽ പിടിച്ചു വച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു പോരുന്നത് പരിശുദ്ധ ഖുർആൻ പഠിച്ച് പാസ്സായി സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ശ്രമിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രഭാഷണമല്ല, നമ്മുടെ ഖുതുബയല്ല, മിഹ്റാബിലെ നമ്മുടെ ദീർഘമായ ഓതിയുള്ള ഇമാമത്ത് നിസ്കാരമല്ല, നമ്മുടെ തഹജ്ജുദല്ല, നമ്മളുടെ മറ്റുള്ള ആത്മീയ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അല്ല. ജനങ്ങളുമായുള്ള നമ്മളുടെ ഭൗതിക ബന്ധത്തിൽ നമ്മൾ പുലർത്തേണ്ട വാക്ക് പാലിക്കൽ, സത്യസന്ധത, ജനങ്ങളുമായുള്ള നമ്മളുടെ സംസാരത്തിൽ സൂക്ഷ്മത പുലർത്തുക, ജനങ്ങളുമായുള്ള നമ്മളുടെ ബന്ധത്തിൽ ആരെയും ഉപദ്രവിക്കാതിരിക്കുക. ഈ തരത്തിൽ ഞാനൊരു നല്ല മനുഷ്യക്കുഞ്ഞായി സമൂഹത്തോട് ഇടപെടണം. അതുകൊണ്ടാണ് സൂറത്തുൽ മാഇദയിലൂടെ അള്ളാഹു വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് ഈ വിശുദ്ധ പ്രമാണത്തെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തിയത്. ഞാൻ ചുരുക്കി പറയട്ടെ, സമയം കൂടുതലാണ്, ഞാനിങ്ങനെ കൂടെ നോക്കുകയാണ്. എല്ലാവർക്കും എന്നെക്കുറിച്ചുള്ള വമ്പൻ പരാതി. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് പോലെ വരാൻ വേണ്ടി യാസീൻ ഓതി ഇനി ഒന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് കത്ത് ഓതേണ്ടി വരുമല്ലോ എന്നാണ് സാധാരണ എന്നെക്കുറിച്ച് പറയാറുള്ളത്. തള്ളിക്കയറ്റി പ്രസംഗിക്കാൻ നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ ലോകം മറന്ന് പിന്നെ ആളുകളെ ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങ് വലിച്ചു നീട്ടുമെന്നാണ്. അതുകൊണ്ട് കത്തം ഓതേണ്ട ഗതികേടൊന്നും വരാതെ സമയത്ത് തന്നെ നിർത്തണമെന്ന് എനിക്ക് നിർബന്ധ ബുദ്ധിയുണ്ട്. അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഒരു വലിയ സദസ്സിനെ സംബോധന ചെയ്തുകൊണ്ട് പ്രസംഗിച്ചു. എന്നോട് അവർ 1 മണിക്കൂറേ പ്രസംഗിക്കണം എന്ന്, 1 മണിക്കൂർ പ്രസംഗിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കൃത്യമായ നിലയിൽ പതിവില്ലാതെ ഇതിങ്ങനെ ഇടക്കിടക്കിടയ്ക്ക് നോക്കി കൃത്യമായ നില 12:30 നിർത്തണമെന്ന് പറഞ്ഞു. 12:28 ഞാൻ നിർത്തി. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി. ആളുകൾ പറഞ്ഞു അത്ഭുതമാണ്. ഏതായിരുന്നാലും കൂടുതൽ സമയം നിങ്ങളെ ഇരുത്തി പ്രസംഗിച്ച് മുഷിപ്പിക്കുന്നത് അദബുകേടാണ്, മര്യാദകേടാണ്, പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുന്നു പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തുൽ ബഖറയിൽ ആരംഭിക്കുന്ന പ്രബോധനത്തിൻ്റെ സുന്ദരമായ സാംസ്കാരിക സഞ്ചാരത്തെ നമ്മൾ പരിശോധിക്കാൻ ശ്രമിച്ചാൽ മിണ്ടാപ്രാണിയായ 4 കാലിൽ നടന്നിരുന്ന മൃഗമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അൽ ബഖറയിൽ ആരംഭിച്ചു ഈ കുഞ്ഞുങ്ങളുടെ പഠനം.
അൽ ബഖറയിലാണ് ആരംഭിച്ചത്. ബഖറയായി ഒരു മനുഷ്യ ശരീരത്തിൻ്റെ 2 കാലിൽ നടക്കുന്ന രൂപത്തെ പള്ളിമൂലയിലും മദ്രസയിലുമൊക്കെ ഒഴിച്ചിരുത്തിയിട്ട് അവനെ ഓതി പഠിപ്പിച്ചു, അവനെ പറഞ്ഞു പഠിപ്പിച്ചു, ചൊല്ലി പഠിപ്പിച്ചു, ചെയ്തു പഠിപ്പിച്ചു. അവൻ പഠിച്ച് ബഖറയിൽ നിന്നും ആല ഇമ്രാനിലേക്ക് കടന്നു. നല്ലൊരു കുടുംബം വാർത്തെടുക്കാനുള്ള പ്രാപ്തി അവനുണ്ടായി, നല്ലൊരു കുടുംബം. അതിനുശേഷം അവൻ നിസായിലേക്ക് കടന്നു. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള എൻ്റെ ഉമ്മയോട്, എൻ്റെ സഹോദരിയോട്, എൻ്റെ ഭാര്യയോട്, പ്രിയപ്പെട്ടവരെ, അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് വികാരം തുളുമ്പാറുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിലെ നല്ലൊരു ഇമാമായിരുന്നു. മദീനത്തെ പള്ളിയുടെ മിമ്പർ എന്നും ഓർക്കുന്ന നിലയിൽ സമൂഹം അവരുടെ മനസ്സുകളിൽ താലോലിക്കുന്ന ഓർമ്മകൾ കൊത്തിവെച്ചുകൊണ്ട് പ്രകമ്പനം കൊള്ളിച്ച ഒരു പ്രഭാഷകനായിരുന്നു, ഒരു ഖതീബായിരുന്നു, ഒരു പ്രാസംഗികനായിരുന്നു അഷ്റഫുൽ ഖൽഖ് താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെയോടൊപ്പം നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പിന്നിൽ കൈകെട്ടി നിൽക്കുന്ന മൗമൂമിങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സഞ്ചരിച്ചത് 5 നേരത്തെ ചില്ലറ റക്അത്തുകളുടെ നമസ്കാര കർമ്മത്തിലേക്ക് മാത്രമായിരുന്നില്ല. തൻ്റെ പിന്നിൽ നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി നിൽക്കുന്ന അനുയായികളെയും കൈക്ക് പിടിച്ചുകൊണ്ട് അവിടുന്ന് സഞ്ചരിച്ചത് ജീവിതത്തിൻ്റെ പച്ചയായ പരമാർത്ഥങ്ങളിലൂടെയായിരുന്നു. ആ പരമാർത്ഥത്തിൻ്റെ പരവതാനിയിലൂടെ നടന്നു പോകുമ്പോൾ അവിടുന്ന് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ച ചില വാക്കുകളുണ്ട്. ആ വാക്കിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന ഒരു സംഗതിയുണ്ട്. ഒരിക്കൽ മദീനത്തെ പള്ളിയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന സമൂഹത്തോട്, അന്നും ഇന്നുമുള്ള സർവരും കേൾക്കാൻ വേണ്ടി പറഞ്ഞു, ഖിയാറുക്കും ലി അഹ്ലി വ അന ഖൈറുക്കും അഹ്ലി. നിങ്ങൾ അറിയുമോ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാരാണ്? ഇവിടെ പ്രഭാഷണങ്ങൾ നടത്തിയവരൊക്കെ സനദ്ദാന മഹാഭാഷണമായതുകൊണ്ട് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു എന്ന ഹദീസ് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ അപ്പുറത്തേക്ക് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞ ഒരു പ്രഖ്യാപനമുണ്ട്, ഖിയാറുക്കും ലി അഹ്ലി. അറിയുമോ സഹോദരങ്ങളെ, സഹാബാക്കളെ, ജനങ്ങളെ, മുസ്ലിം പൊതുജനമേ, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ ആരാണെന്നറിയുമോ? നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളത് നിങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്നവനാണ് എന്നാണ്. നിങ്ങളുടെ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്നവനാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഞാൻ പ്രസംഗിച്ച് തീർത്തിട്ട് ഇറങ്ങിപ്പോകാൻ വന്നതല്ല, പിന്നെയോ വഅന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങൾ അന്വേഷിച്ചാൽ അറിയും, ഞാൻ എൻ്റെ ഭാര്യമാരോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവനാണ്. സൂറത്തുൽ ബഖറയും സൂറത്തുൽ നിസാവും ഒക്കെ പഠിച്ചിറങ്ങുന്ന ഒരു ഹാഫിദിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന ഓരോ പെണ്ണിനെയും അവൻ ആദരിക്കണം, ഓരോ പെണ്ണിനെയും അതിൻ്റെ അളവനുസരിച്ച് ആദരിക്കണം. ഭാര്യയായി കണക്കാക്കാൻ കഴിയണം. അതിൻ്റെ അപ്പുറത്തേക്ക് എല്ലാവരും പറഞ്ഞതാണ്, ഞാൻ ആവർത്തിക്കുന്നതിൽ അലോസരമുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയട്ടെ, ഹാഫിളാത്തുകളായ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എത്ര ഉയർന്ന പദവിയിൽ ജീവിതത്തിൽ എത്തിപ്പെട്ടാലും നിങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത 2 കാൽപ്പാടുകളുണ്ട്. നിങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത 2 കാലടിപ്പാതകളുണ്ട്. അത് നിങ്ങളുടെ അമ്മമാരുടെ, ഉമ്മമാരുടെ കാൽപാദങ്ങളാണ്. നിങ്ങളെ ഈ നിലയിലൊക്കെ പോറ്റി വളർത്താൻ വേണ്ടി കഷ്ടപ്പെട്ട നിങ്ങളുടെ പിതാക്കന്മാരുടെ കാൽപ്പാടുകളാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഇങ്ങനെ രാവും പകലും കുത്തിയിരുന്ന് പഠിച്ചുണ്ടാക്കിയ ഖുർആനിൻ്റെ പഠനങ്ങളിലൂടെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന സ്വർഗത്തെ നമ്മളറിയാതെ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ച ഒരിടം എവിടെയാണെന്നറിയോ? നമ്മളറിയാതെ നമ്മളുടെ സ്വർഗത്തെ അള്ളാഹുവിൻ്റെ റസൂല് കൊണ്ടുപോയി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരരായ ഉമ്മമാരുടെ കാൽപ്പാടുകൾക്കടിയിലാണ്. പ്രിയപ്പെട്ടവരെ, നജ്മുൽ ഹുദയിൽ നിന്നും ബിരുദം വാങ്ങി മറ്റേതെങ്കിലും മദ്രസകളിലേക്കോ പള്ളികളിലേക്കോ ലോകമെമ്പാടുമുള്ള ദീനി പ്രബോധത്തിൻ്റെ ഗോതയിലേക്കൊക്കെ നിങ്ങൾ ഇറങ്ങി ഈ സ്വർഗം പരിശോധിച്ചാൽ, ഈ സ്വർഗം പരതിയാൽ, ഈ സ്വർഗം നേടാൻ ശ്രമിച്ചാൽ അവിടെ ഒന്നും നിങ്ങളുടെ സ്വർഗം കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങൾ മടങ്ങി അവസാനം ഈ 2 കാലടിപ്പാതുകളുടെ അടിയിൽ വന്ന് അവിടെ നിങ്ങളുടെ സ്വർഗം നിങ്ങൾ തേടണം. ഞാൻ എൻ്റെ ഉമ്മയിൽ നിന്നാണ് എൻ്റെ സ്വർഗം നേടിയെടുക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉമ്മമാരിൽ നിന്നാണ് സ്വർഗം നേടിയെടുക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉമ്മമാരെ ആദരിക്കണം, ബഹുമാനിക്കണം. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ ഒരുപാടുണ്ടെന്ന് ബഹുമാനപ്പെട്ട മുസമ്മിൽ മൗലവി പറഞ്ഞു. ഞാൻ മലപ്പുറത്തുകാരികളായ, അതിൻ്റെ പരിസരവാസികളായ, എൻ്റെ ശബ്ദം കേൾക്കുന്ന നജ്മുൽ ഹുദയിൽ വന്ന് പഠിക്കാനോ പഠിപ്പിക്കാനോ ഇവിടെ ഇരിക്കാനോ ഒക്കെ ഒരു അവസരം കിട്ടിയ എൻ്റെ പ്രിയങ്കരികളായ സഹോദരിമാരോട് പറയട്ടെ, ലോകം ഇങ്ങനെ ദുഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പുരോഗതി എന്നാണ് നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ അത് പുരോഗതിയല്ല. മലപ്പുറത്തുണ്ടായിരുന്ന പഴയകാല ദീനിയായ പാരമ്പര്യങ്ങൾ ഓരോ ദിവസവും ഓരോ പേര് പറഞ്ഞിട്ട് പലരും നമ്മളിൽ നിന്നും തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ബഹുമാനപ്പെട്ട മുസമ്മിൽ മൗലവിയുടെ റിപ്പോർട്ട് വായനയിൽ ഞാനൊരു കാര്യം ഓർത്തു. അള്ളാഹുവിനെ അറിയാതെ, റസൂലിനെ അറിയാതെ നമ്മുടെ മക്കൾ പഠിച്ച് എവിടേക്കോ എത്തിപ്പോകുന്നു അദ്ദേഹം പറഞ്ഞു. ഞാനത് തിരുത്താൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ അറിയാതെ, റസൂലിനെ അറിയാതെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പഠിച്ച് എവിടെങ്കിലും എത്തുന്നു എന്ന് പറയുന്നതിന് പകരം സ്വന്തം ഉമ്മയെ അറിയാതെ
സ്വന്തം ഉപ്പയെ അറിയാതെ, സ്വന്തം സഹോദരിയെയും സഹോദരനെയും അറിയാതെ, ആരാണ് സഹോദരൻ, ആരാണ് സഹോദരി, ആരാണ് ഉമ്മ, ആരാണ് വാപ്പ എന്നറിയാതെ, വാപ്പയെ അവഗണിച്ചുകൊണ്ട്, ഉമ്മയെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറക്കാൻ ശ്രമിക്കുകയാണ്. പ്ലെയിൻ പറത്താൻ നമുക്ക് പ്രാപ്തി ഉണ്ടായി. മലപ്പുറത്ത് നമ്മൾ ചരിത്രം സൃഷ്ടിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്ലെയിൻ പറത്തുമ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ വിങ്ങിപ്പൊട്ടുന്ന, നമുക്ക് വേണ്ടി ജീവിച്ച ഒരു ചില കൽബുകളുണ്ട്. നമുക്ക് വേണ്ടി ഉറക്കമൊഴിയുകയും ഉറക്കമൊഴിഞ്ഞ് അവസാനം കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയും ചെയ്ത ചില കണ്ണുകളുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അന്യ വീടുകളിൽ ആരാൻ്റെ അടുക്കളപ്പണിയെടുത്തിട്ട് അഴുക്ക് ചാലുകളിൽ പോയി അത് വൃത്തിയാക്കിയിട്ട്, അവരുടെ കക്കൂസ് വൃത്തിയാക്കിയിട്ട്, അവരുടെ വീട്ടിൽ അഴുക്ക് തുണികൾ കൂട്ടിയിട്ടത് പോയി എടുത്തുകൊണ്ടുവന്ന് അലക്കി വൃത്തിയാക്കിയിട്ട് വൈകുന്നേരം ആ വീട്ടുകാർ കൊടുക്കുന്ന പഴയ ഭക്ഷണം, ബാക്കി ഭക്ഷണം, ഈ ഭക്ഷണം കൊണ്ടുവന്ന് നീ അറിയാതെ അതിനൊന്ന് മേക്കപ്പ് ചെയ്ത് മോഡിഫിക്കേഷൻ ചെയ്ത്, ഞങ്ങൾ പറയുന്ന പുതിയ വാക്കതാണ്. ഇന്നലത്തെയും മെനഞ്ഞാന്നത്തെയും ഒക്കെ ആഹാര സാധനങ്ങൾ കളയണ്ടെന്ന് വിചാരിച്ച് നമ്മൾ എടുത്തു വെക്കും. ആ എടുത്തു വെക്കുന്ന ഭക്ഷണം പുതിയ തലമുറയിലെ മക്കൾ തിന്നാൻ വന്നിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ പുതിയ ഭാഷയിൽ അതിനെ മോഡിഫിക്കേഷൻ ചെയ്യും, അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യും. അങ്ങനെ ആരാൻ്റെ അടുക്കള പണിയെടുത്ത് കഷ്ടപ്പെട്ട് അന്നത്തിനായി പണിയെടുക്കുന്ന, ചിലപ്പോൾ വിധവയായ വാപ്പയില്ലാതെ തൻ്റെ മടിയിൽ ബാക്കിയാക്കി പോയ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് പണിയെടുക്കുന്ന നമ്മുടെ ഉമ്മമാർ. പ്രിയപ്പെട്ടവരെ, ഉമ്മമാരുടെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ അറിയണം. ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഒരു പ്രഭാഷകൻ, ഒരു പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ അനുഭവം പറഞ്ഞപ്പോൾ ഞാനത് കേട്ട് ഇടയ്ക്കിടയ്ക്ക് കരയും. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഉമ്മ ഒരു സാധാരണക്കാരിയാണ്, എൻ്റെ ഉമ്മ ഒരു ഗ്രാമവാസിയാണ്, എൻ്റെ ഉമ്മാക്ക് ഖുർആൻ അറിയില്ല, എൻ്റെ ഉമ്മാക്ക് അക്ഷരാഭ്യാസമില്ല, എൻ്റെ ഉമ്മ നമ്മളിന്ന് കാണുന്നത് പോലെയുള്ള സ്റ്റേജുകളും ഭൗതികമായ അഭിവൃദ്ധികളും ഉയർച്ചകളും ഒന്നും കണ്ടിട്ടില്ല. എൻ്റെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്നിട്ട് ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ശകാരിക്കും. ഞാൻ അവരെ തിരിച്ചു പേടിപ്പിക്കും. അദ്ദേഹം പറയാണ്, ഞാൻ ഉമ്മയെ തിരിച്ചു പേടിപ്പിക്കുമ്പോൾ അവർ പേടിച്ച് വിറച്ചു നിൽക്കും. ഒരു ദിവസം തമാശ രൂപത്തിൽ പറയട്ടെ, മനസ്സിലാക്കാൻ വേണ്ടി പറയട്ടെ. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ ഉമ്മ തലവേദന സഹിക്ക വയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. തലവേദന കൊണ്ട് പൊളയുന്ന ഉമ്മയുടെ അരികിൽ വന്നിട്ട് എന്തു പറ്റി? അപ്പോൾ പറഞ്ഞു, മോനെ സഹിക്കാൻ കഴിയുന്നില്ല, ഭയങ്കര തലവേദന. ഞാൻ ഗുളിക കഴിച്ചിട്ടും വേദന മാറിയില്ല. എന്നിട്ട് ആ ഉമ്മ പറഞ്ഞു, എടാ നീ നാട്ടിലുള്ള എല്ലാവരെയും മന്ത്രി ചൂതുന്നു, എല്ലാവർക്കും ഓതി ഊതുന്നു, എല്ലാവർക്കും ശിഫയാവുന്നു, എൻ്റെ ഉമ്മയായ എനിക്ക് അങ്ങനൊന്നും നീ ചെയ്തു തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. എനിക്കൊന്നും ചെയ്തു തരുന്നില്ലല്ലോ എൻ്റെ വേദനയ്ക്ക് വേണ്ടി. അപ്പം ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു, അതിന് നിങ്ങൾക്ക് എന്നിൽ വിശ്വാസം ഉണ്ടാകണ്ടേ? നാട്ടുകാരെന്നെ വിശ്വസിക്കുന്നു, ശരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഭാര്യമാർക്ക് നമ്മളെക്കുറിച്ച് വിശ്വാസമൊന്നുമില്ല. ചില ഭാര്യമാർ അവർക്കുണ്ടാകുന്ന വേദനയും വിഷമമൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട്, അല്ലെങ്കിൽ ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് നമ്മളെ ഏൽപ്പിച്ചിട്ട് പറയും, നാട്ടിലെ ഏതെങ്കിലും നല്ലൊരു ഉസ്താദിനെ കൊണ്ട് ഇതിനകത്തൊന്ന് ഓതി ഊതിക്കണേ എന്ന് പറയാ. നാട്ടുകാരൊക്കെ ഇങ്ങനെ ക്യൂ നിന്നിട്ട് എന്നെ കൊണ്ട് ഓതി ഊതിപ്പിക്കാൻ കാത്തു നിൽക്കുമ്പോൾ എന്നോടൊപ്പം അന്തി ഉറങ്ങുന്ന ഭാര്യ അവൾ എന്നോട് പറയുന്നത്, ഈ ഒരു കുപ്പി വെള്ളം നാട്ടിലെ ഏതെങ്കിലും ഒരു നല്ല ഉസ്താദിനെ കൊണ്ട് ഓതി ഊതിപ്പിക്കണമെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ? അതിൻ്റെ അർത്ഥം നമ്മൾ ആരും കേൾക്കാതെ രഹസ്യമായി മൈക്കിലൂടെ പറഞ്ഞാൽ ഓക്കെന്നെ വിശ്വാസമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെന്നെ വിശ്വാസമില്ല, എന്നെ അറിയുന്നത് അവളാണ്, എൻ്റെ സ്വഭാവം അറിയുന്നത് അവളാണ് എന്ന് പറഞ്ഞതുപോലെ, ഉമ്മ ഞാൻ ഓതി ഊതിയാൽ സുഖപ്പെടുമെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലല്ലേ ഞാൻ നിങ്ങൾക്ക് ഓതി തരികയുള്ളൂ, എന്നിട്ടല്ലേ ഓതി ഊട്ടിയിട്ട് കാര്യമുള്ളൂ. അത് പറഞ്ഞപ്പോൾ ഉമ്മ ഈ വേദന സഹിച്ചുകൊണ്ടൊരു കാര്യം പറഞ്ഞു, എടാ നിന്നെ വിശ്വസിക്കണമെങ്കിൽ നീ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കറാമത്ത് കാണിക്കണ്ടേ? നിന്റെ കറാമ്പറപ്പല്ലാത്ത ഒന്നും ഞാൻ കാണുന്നില്ലല്ലോ, ഒരു കറാമത്ത് കാണിക്കണ്ടേ? എന്നാ ബാ ഞാനൊരു കറാമത്ത് കാണിച്ചു തരാം. അദ്ദേഹം രസകരമായ നിലയിൽ അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ കയ്യിലൊരു പേപ്പർ കഷ്ണം ഇങ്ങനെ എടുത്ത് ഒളിപ്പിച്ചു പിടിച്ചു. വെച്ചു. അത് ഉമ്മ അറിയുന്നില്ല. എന്നിട്ട് ഞാൻ ഉമ്മ നോക്കിയേ, എൻ്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ, കാല് ഒന്നുമില്ല, ബാ ഇരിക്ക്, ഞാൻ നിങ്ങളുടെ തലയിൽ പിടിച്ച് മന്ത്രിച്ചിട്ട് നിങ്ങളുടെ മുഴുവൻ പിശാചും ശൈത്താനും ജിന്നും എല്ലാം ഞാൻ ഇതോടുകൂടി ഒഴിപ്പിക്കും, നിങ്ങളുടെ സോക്കടെല്ലാം മാറും, എൻ്റെ കറാമത്ത് ഞാൻ കാണിച്ചു തരാം. അവരെ അരികിലിരുത്തി അവരുടെ തലയിൽ ഞാൻ കൈവച്ചു. എന്നിട്ട് പരിശുദ്ധ ഖുർആനിൻ്റെ ചില ആയത്തുകളും സൂറത്തുകളും ഒക്കെ ഞാൻ ഓതി. അല്ലാഹുമ്മ റബ്ബനാ സദിഹി ബിൽ ബാസ് ഫശ്ഫി അൻത ഷാഫി ലാ ഷിഫ ഇല്ലാ ഷിഫാഉ എന്ന് ഞാൻ ഷി എന്ന് പറയുമ്പോൾ ഓരോ ഷീനിലും ഞാൻ അവരുടെ തലയിൽ അമർത്തി ഞെക്കി. എന്നിട്ട് കുറച്ച് എല്ലാം പോയി, സുഖമായി, ഇനി ഒന്നും ബേജാറാകണ്ട. ഞാൻ അവരോട് പറഞ്ഞു, ദാ ഇപ്പൊ നോക്ക് എൻ്റെ കയ്യിൽ,
ഒരു പേപ്പർ കഷ്ണോ, ഇതെവിടെ നിന്ന് കിട്ടി? ഉമ്മ, നിങ്ങളറിയോ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എൻ്റെ ഉപ്പാൻ്റെ ഇൻ്റെ ബന്ധത്തിൽപ്പെട്ട അവർ നിങ്ങൾക്കെതിരെ ചെയ്തു വെച്ച സിഹറാണ്. ആ സിഹറാ നിങ്ങളെ കൊണ്ട് ഇത്രയും നേരം വേദന അനുഭവിപ്പിച്ചത്. ഞാൻ എൻ്റെ മന്ത്രം കൊണ്ട് ആ സിഹൃത പൊട്ടിച്ചെടുത്ത് കളഞ്ഞിട്ട് ഇന്ന് വേദന ഒന്നും ഉണ്ടാവും. ശരിയാ മോനെ, തലവേദന മാറി, വിഷമം മാറി, സുഖമായി. കണ്ടോ? ഇനി എൻ്റെ കറാമത്ത് നിങ്ങൾക്ക് വിശ്വസിച്ചൂടെ? പ്രിയപ്പെട്ടവരെ, അത് പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹം പറയാണ്, ഒരു ദിവസം എൻ്റെ ഉമ്മ എന്നോട് കോപത്തോടു കൂടി ചില കാര്യങ്ങൾ സംസാരിച്ചു, ദേഷ്യത്തോടു കൂടി സംസാരിച്ചു. ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു, ദേഷ്യമല്ലേ, മിണ്ടൂല അല്ലേ, ഞാനുമായിട്ട് പണക്കത്തിലല്ലേ, ആ പോട്ടെ, സാരമില്ല, അതാ ഇതൊരു ബുക്കാണ്. ഈ ബുക്കിൽ ഹാഫിളായ ഞാൻ നാളെ മഹ്ശറയിൽ ശുപാർശ ചെയ്ത് സ്വർഗത്തിൽ കയറ്റുന്ന ചില ആളുകളുടെ പേര് രഹസ്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ശുപാർശ ചെയ്ത് സ്വർഗത്തിൽ കയറ്റുന്ന ചില ആളുകളുടെ പേര് ഞാൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഉമ്മ, നിങ്ങൾക്ക് എന്നെ വേണ്ടല്ലേ, ഇഷ്ടമല്ലേ, ദേഷ്യമല്ലേ, ഞാൻ നിങ്ങളുടെ പേരങ്ങ് വെട്ടി, ഇനി നിങ്ങളുടെ പേര് അതിനകത്ത് ഉണ്ടാവില്ല, നിങ്ങളുടെ പേരുണ്ടാവില്ല. അപ്പോൾ ആ ദേഷ്യത്തിൽ ഉമ്മ എന്നോട് പറയും, പിന്നെ സ്വർഗം നിന്റെ ഉപ്പാൻ്റെ സ്വത്തല്ലേ, നിനക്ക് തോന്നുന്ന പോലെ എഴുതാൻ നിന്റെ ഉപ്പാൻ്റെ സ്വത്തല്ലേ? ഉമ്മ ചോദിക്കുന്നത്, ഉപ്പാൻ്റെ സ്വത്തായിക്കോട്ടെ, ഉമ്മാൻ്റെ സ്വത്തായിക്കോട്ടെ, നിങ്ങളുടെ പേര് ഞാൻ വെട്ടി, ഇനി മേലിൽ നിങ്ങൾക്ക് എൻ്റെ ഷഫാത്തിൽ സ്വർഗത്തിൽ പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവർ, അദ്ദേഹം പറയാണ്, കുറച്ച് സമയത്തിന് ശേഷം എൻ്റെ ഉമ്മ മെല്ലെ എൻ്റെ അരികിൽ വന്നു. കൊച്ചു മകനെ മാറോട് അണച്ചു ചേർത്ത് ചുംബനം നൽകുന്നത് പോലെ വലിയ ഷെയ്ഖും പ്രഭാഷകനും പ്രാസംഗികനും ഒക്കെയായ എൻ്റെ ഉമ്മ എന്നെ അണച്ചു ചേർത്തിട്ടു. മോനെ, ഞാൻ എൻ്റെ കോപം കൊണ്ടും ദേഷ്യം കൊണ്ടും ഞാൻ പറഞ്ഞു പോയതാടാ, എൻ്റെ പേര് വെട്ടല്ലേ, എൻ്റെ ഷഫാഅത്ത് കൊണ്ട് സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ ലിസ്റ്റിൽ നിന്നും നീ മായ്ച്ചു കളയല്ലേ, മനം ചേർക്കണേ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ 1000 അനുഭവങ്ങൾ നമ്മുടെ ഉമ്മമാരെ കുറിച്ച് നമുക്ക് പറയാനുണ്ടാകും, നമ്മുടെ ഉപ്പമാരെ കുറിച്ച് നമുക്ക് പറയാനുണ്ടാകും. ഇന്ന് ഞാൻ ഈ പ്രസംഗിക്കുന്ന ശബ്ദം എനിക്ക് സമ്മാനിച്ചത് എൻ്റെ ഉമ്മയാണ്. ഞാൻ ഈ ഓതുന്ന ഖുർആനായത്ത് ഓതാനുള്ള ശേഷി എനിക്ക് സമ്മാനിച്ചത് എൻ്റെ ഉപ്പയാണ്. അഥവാ അള്ളാഹു അതിന് കാരണക്കാരാക്കിയത് എൻ്റെ ഉമ്മയെയും ഉപ്പയെയുമാണ്. ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ജീവിതത്തിൻ്റെ പരവതാനിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ വയസ്സായി, പ്രായമായി, ചിലപ്പോൾ എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും കഴിയാത്ത നിലയിൽ, മലർന്നും ചരിഞ്ഞും കടക്കാൻ കഴിയാത്ത നിലയിൽ, ചിലപ്പോൾ പണ്ട് കാലങ്ങളിൽ അവരുടെ മടിയിൽ നിങ്ങൾ നടത്തിയിരുന്നത് പോലെയുള്ള മലമൂത്ര വിസർജനങ്ങളൊക്കെ കിടക്കുന്നിടത്ത് കടന്നുകൊണ്ട് നിർവഹിക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങളുടെ ഉപ്പമാരെ നിങ്ങൾ കണ്ടെത്തിയാൽ, നിങ്ങളുടെ ഉമ്മമാരെ നിങ്ങൾ കണ്ടെത്തിയാൽ, ഖുർആൻ പറയുന്ന സൂറത്ത് ഇസ്രായേലിൻ്റെ ആയത്തിൽ അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞത്. ആരെങ്കിലും വാപ്പയുടെയോ ഉമ്മയുടെയോ വാർദ്ധക്യ അവസ്ഥയിൽ നിങ്ങളുടെ വീട്ടിലോ കുടുംബത്തിലോ മറ്റോ ഉണ്ടായാൽ ആ ശല്യം ഒഴിവാക്കാൻ വേണ്ടി അവരോട് മുഖം ചുളിക്കുകയും അവരെ വീടുകളിൽ നിന്നും അകറ്റി വൃദ്ധസദനങ്ങളിൽ കൊണ്ടാക്കുകയും, അല്ലെങ്കിൽ വലിയ ദീനിയായ ആളുകളെന്ന് വിചാരിക്കുന്നവർ ഉമ്മാനെയും ഉപ്പാനെയും നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഒരു ഹോം നേഴ്സിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട്, അല്ലെങ്കിൽ പരിചരിക്കാനുള്ള ആളുകളെ പണിക്ക് വെച്ചിട്ട് അങ്ങനെ ഉപ്പാനോടും ഉമ്മാനോടും മുഖം ചുളിച്ച് സംസാരിക്കരുതേ. വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമ വലാ തഖുല്ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. നിങ്ങൾ ഖുർആൻ പഠിച്ചത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളെ ഹാഫിളാക്കിയത് എന്തിനു വേണ്ടിയാണ് എന്ന ചോദ്യത്തിന് ലളിതമായി നമുക്കൊരു ഉത്തരം തരാൻ കഴിയുമെങ്കിൽ, നിങ്ങളുടെ ഉമ്മമാരുടെ തീട്ടവും മൂത്രവും ഒക്കെ വാരുമ്പോൾ മുഖം ചുളിക്കാതെ, അവരോട് മറുത്തൊരു വാക്ക് പറയാതെ, ഇന്ന് വ്യക്തമായ നിലയിൽ വൃത്തികേടുകളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ധാർഷ്ട്യത്തോടെ, ധിക്കാരത്തോടെ, അഹങ്കാരത്തോടെ അമ്മമാരുടെയും അച്ഛന്മാരുടെയും മുഖത്ത് നോക്കി സംസാരിക്കുന്ന മക്കൾക്ക് മുമ്പിൽ ഒരു ചരിത്രം സൃഷ്ടിക്കാനാണ്. പ്രിയപ്പെട്ടവരെ, ഒരച്ഛൻ കഠിനമായ പ്രയത്നത്തിലൂടെ കഷ്ടപ്പെട്ട് തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ പോറ്റി വളർത്തി പഠിപ്പിച്ച് വലിയ ആളാക്കി. അവനൊരു ജോലി കിട്ടി. അവൻ ബാംഗ്ലൂരിൽ പോയി. അങ്ങനെയാണല്ലോ ഇപ്പം പെട്ടെന്ന് ബാംഗ്ലൂരിലേക്ക് ചേക്കേറുക. IT സെക്ഷനിൽ, IT മേഖലയിൽ പണിയെടുക്കാമെന്ന് അവൻ പറയും. IT മേഖലയിൽ പണിയെടുക്കുമ്പോൾ അവന് പണം ഇങ്ങനെ കണക്കില്ലാതെ വരും. അവൻ്റെ ജീവിതത്തിൽ അവനും അവൻ്റെ കെട്ടിയോളുമല്ലാത്ത വേറെ ഒരാൾക്കും പിന്നെ പ്രവേശനം ഉണ്ടാവുകയില്ല. ഞാൻ കൂടുതൽ വിശദീകരിക്കുകയല്ല. അങ്ങനെ കഷ്ടപ്പെട്ട് കൂലിപ്പണിക്കാരനായ ഒരച്ഛൻ തൻ്റെ മകനെ ബാംഗ്ലൂർ വരെ എത്തിച്ചു. ബാംഗ്ലൂരിലേക്ക് ഇന്ന് നീ ഇരിക്കുന്ന ഈ കറങ്ങുന്ന കസേരയിൽ ഇരിക്കാൻ നിന്നെ പ്രാപ്തനാക്കിയ നിന്റെ അച്ഛൻ ഇന്നും വളപ്പിൽ പണിയെടുക്കുകയാണ്, ഇന്നും തൊഴുത്തിൽ പണിയെടുക്കുകയാണ്, ഇന്നും അവൻ കഷ്ടപ്പെടുകയാണ്. നിന്റെ അച്ഛന് നീ ഒരു കൊച്ചു ഫോൺ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, കൊച്ചു ഫോൺ. ഈ കൊച്ചു ഫോൺ എടുത്തിട്ട് അയാൾ നിന്നെ വിളിക്കാൻ ശ്രമിക്കും. എൻ്റെ മോൻ്റെ ഒരു ശബ്ദം കേട്ടാൽ ഒരു ആശ്വാസമല്ലേ, ഒരു സമാധാനമല്ലേ? എൻ്റെ മോനെ വിളിച്ചൊരാശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് അയാൾ ഈ ഫോണിലെ
കീ ബട്ടൺ ഞെക്കുമ്പോൾ നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പൊ ബിസിയാണ്, അല്ലെങ്കിൽ സബ്സ്ക്രൈബർ നിങ്ങളുടെ കോൾ സ്വീകരിക്കുന്നില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ പാവം അക്ഷരാഭ്യാസമില്ലാത്ത, കയ്യിലുള്ള ഈ ഫോൺ കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ഈ അധ്വാനിയായ സാധുവായ വിയർപ്പിന്റെ ദുർഗന്ധവും വമിച്ചുകൊണ്ട് നടക്കുന്ന ആ മനുഷ്യൻ അടുത്തുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ പോയിട്ട് പറഞ്ഞു, മോനെ ഇതൊന്ന് നോക്കിയ, ഇതിനകത്ത് ബാക്കി ആരെ വിളിച്ചാലും കിട്ടുന്നുണ്ട്, ആരെ വിളിക്കുമ്പോഴും കിട്ടുന്നുണ്ട്, അയലക്കത്തുള്ള ആളുകളൊക്കെ ഇങ്ങോട്ട് വിളിക്കുമ്പോഴും കിട്ടുന്നുണ്ട്, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മകനെ വിളിക്കുമ്പോൾ മാത്രം കിട്ടുന്നില്ല. എൻ്റെ മോൻ എന്തു പറ്റിയാവോ? പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നീ വീണ് കടന്ന് മരിക്കാൻ ശ്രമിക്കുമ്പോൾ പിടയുന്ന വേളയിൽ ഒലിക്കുന്ന രക്തത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് വാവിട്ട് കരയാൻ ഈ അച്ഛൻ മാത്രമേ ഉണ്ടാവൂ, ഈ അമ്മ മാത്രമേ ഉണ്ടാവൂ. ആർക്ക് വേണ്ടിയാണോ നീ അച്ഛനെയും അമ്മയെയും അവഗണിച്ചുകൊണ്ട് പറക്കാൻ ശ്രമിച്ചത്, അത്തരക്കാരായ ആളുകളൊക്കെ നിന്നെ കാലിൽ തട്ടി പുറത്തേക്ക് കളയും. നമ്മുടെ നാട്ടിലൊരു ദുഷിച്ച വിചാരമുണ്ടായിരുന്നു, വിശ്വാസമുണ്ടായിരുന്നു. എങ്ങനെങ്കിലും പഠിച്ച്, നേരത്തെ ഇവിടെ പലരും അമേരിക്ക എന്നൊക്കെ പറയും, എങ്ങനെങ്കിലും പഠിച്ചു പാസ്സായി അങ്ങ് അമേരിക്കയിൽ പോയി ഒരു സിറ്റിസൺഷിപ്പ് കിട്ടി, അമേരിക്കയിൽ പോയി ഒരു നല്ല ജോലി കിട്ടി, അതോടുകൂടി നമ്മളെ കുടുംബം അങ്ങ് രക്ഷപ്പെട്ടു എന്നാണ്. അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്ന ആളുകൾ കടന്ന് പെടുന്ന പാടുകൾ ഞങ്ങളിൽ ചിലർക്ക് അനുഭവങ്ങളുണ്ട്. ചില ആളുകൾ നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഓതി ഊതാൻ ആവശ്യപ്പെടും, മന്ത്രിച്ചു ഊതാൻ ആവശ്യപ്പെടും. സാധിക്കുമെങ്കിൽ ഇതാ ഈ മൊട്ട ഒന്ന് മന്ത്രിച്ചു തരുമോ? നമ്മളെ ഏകപുത്രൻ അമേരിക്കയിൽ പോയി, അവരിൽ നിന്നും പലതും പ്രതീക്ഷിച്ച് നമ്മൾ കഴിയുകയായിരുന്നു. പക്ഷേ അവൻ വേറെ ഏതോ ഒരു സായിപ്പത്തിയായിട്ട് കൊളുത്തി. ഇപ്പം അവന് എന്നെയും വേണ്ട, എൻ്റെ ഓളയും വേണ്ട, അവൻ്റെ ഉമ്മാനെയും വേണ്ട, എന്തെങ്കിലും ഒന്ന് മന്ത്രിച്ചൂതി തരാൻ കഴിയുമോ? ഞങ്ങൾ പിന്നെ നജ്മുൽ ഹുദായിൽ പഠിച്ചവരായതുകൊണ്ട് മൊട്ട മന്ത്രമൊന്നും വലിങ്ങനെ പ്രയോഗിക്കാറില്ല. കാരണം ഞങ്ങൾ പഠിപ്പിച്ചത് ഞങ്ങളുടെ മഹാനായ മുത്തവല്ലി അവറുകളാണ്, ഞങ്ങളുടെ മഹാന്മാരായ ഉസ്താദന്മാരാണ്. എന്നാലും പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ ഈ സമുദായത്തിൻ്റെ വിവരക്കേടുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ചെറിയ മൊട്ടപ്രയോഗങ്ങളൊക്കെ നടത്തേണ്ടി വരും. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ കൊച്ചു കുഞ്ഞുങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ അനുഭവങ്ങളൊന്നും പറയുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ, അമേരിക്കയിൽ പോയി ഒരു നല്ല ജോലി ചെയ്താൽ മോനങ്ങ് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരുന്ന അമ്മമാരും അച്ഛന്മാരും ഇന്ന് അമേരിക്കയിൽ പോയതിൻ്റെ പേരിൽ കണ്ണുനീർ കുടിക്കുക. 1000 അനുഭവങ്ങൾ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി പറയാൻ കഴിയും. കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ, പറയേണ്ടതില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന മഹാരഥന്മാരെന്ന് പറയുന്ന മണ്ട ശിരോമണികൾ അവരിന്ന് വിരൽ കടിച്ചു തുപ്പാൻ ശ്രമിക്കുകയാണ്. അമേരിക്കയിൽ നിന്നും പുതിയ ഒരു ഭരണാധികാരി രംഗത്ത് വന്നപ്പോൾ സൈനിക വിമാനത്തിൽ സീറ്റ് പോലും ഇല്ലാതെ 40 മണിക്കൂർ ദീർഘമായ നിലയിൽ സഞ്ചരിച്ച് നാട്ടിലേക്ക് കയ്യും കാലും ചെങ്ങലയിൽ ബന്ധിച്ചുകൊണ്ട് മടക്കി അയക്കുകയാണ്. ആരെയാ മടക്കി അയക്കുന്നത്? ഇന്ത്യൻ പൗരന്മാരെ അല്ല. ഇന്ത്യയിൽ വൃത്തികെട്ട ചില ചിന്തകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന സോഴ്സുകൾ ഉപയോഗപ്പെടുത്തി രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി തൻ്റെ വിദ്യയെ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം തനിക്ക് കിട്ടിയ വിദ്യയുമായി ആരും അറിയാതെ അങ്ങ് കടന്നു അമേരിക്കയിൽ പോയി അവിടെ സുഖജീവിതം നയിച്ച് അവിടെ കല്യാണം കഴിക്കണം, അവിടെ ഒരു കുഞ്ഞുണ്ടാകണം. കാരണം അവിടെ ബൈ ബർത്ത് സിറ്റിസൺഷിപ്പ് കിട്ടും. അവിടെ കുഞ്ഞുണ്ടായാൽ, ഇവിടെ കുഞ്ഞുണ്ടായാൽ അണ്ടനും അടകോടനും ചെമ്മാനും ചെരുപ്പൂത്തിയും നമ്മുടെ നാട്ടിലെ അധസ്ഥിതനും പട്ടിക ജാതി പട്ടിക വർഗമൊക്കെ ആയിപ്പോവും. അവിടെ പോയാൽ പട്ടിയെ പോച്ചിട്ടാണെങ്കിലും നമ്മൾ സായിപ്പിൻ്റെ കുഞ്ഞാകും, നമ്മൾ അമേരിക്കൻ സിറ്റിസൺഷിപ്പ് ആക്കും. അങ്ങനെ വിചാരിച്ചു പോയവരൊക്കെ 40 മണിക്കൂർ നീളം യാത്ര ചെയ്തിട്ട് തങ്ങളുടെ സ്വപ്നങ്ങളെ തലയിൽ കെട്ടിവെച്ചു കൊടുത്തുകൊണ്ട് ചെങ്ങലയിൽ ബന്ധിപ്പിച്ച് മടക്കി അയക്കുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ അധിപന്മാർ സോട്ടും കൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ ചിരിക്കുകയാണ്, ഒന്നും തിരിയാത്ത മണ്ടന്മാർ. ഞാൻ സാധാരണ പറയാറുണ്ട്, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഒരിക്കൽ പടച്ചവനോട് ചോദിച്ചു, പടച്ചവനെ, നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയും? നിനക്ക് എന്നോട് കോപമുണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയും? മൂസ അലൈഹിസ്സലാമിന് പടച്ചവൻ ഒരു ടിപ്പ് പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞത്? മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, എനിക്ക് നിന്നോട് കോപമുണ്ടായാൽ, എൻ്റെ അടിമകളോട് കോപമുണ്ടായാൽ കാലാവസ്ഥയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും. സമയമല്ലാത്ത സമയത്ത് മഴ പെയ്യും, സമയമല്ലാത്ത സമയത്ത് തണുപ്പ് കൂടും, സമയമല്ലാത്ത സമയത്ത് ചൂട് കൂടും, കാലാവസ്ഥയിൽ വ്യതിയാനമുണ്ടാകും. അതോടൊപ്പം മൂന്നാമതായി അള്ളാഹു മൂസ അലൈഹിസ്സലാമിക്ക് പറഞ്ഞു കൊടുത്തത്, മണ്ട ശിരോമണികളെ നിങ്ങളുടെ ഭരണാധികാരികളാക്കുമെന്ന് അള്ളാഹു പറഞ്ഞു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. മണ്ട ശിരോമണികൾ, കോണാങ്കട്ടികൾ, അവരൊക്കെ നമ്മളുടെ ഭരണാധികാരികളായി മാറുക, അവരുടെ ഇടയിൽ അവർക്ക് കീഴിൽ ഭരണീയരായി ജീവിക്കാൻ വിധിക്കപ്പെടുക എന്ന് പറയുന്ന വലിയ ഭാഗ്യദോഷമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. ഞാൻ പറഞ്ഞു വന്നത്, അമേരിക്കയിൽ പോയി ജീവിക്കുന്ന, ബാംഗ്ലൂരിൽ പോയി ജീവിക്കുന്ന ഏതെങ്കിലും ഒരു മകന്റെ ഭാവിയെ കുറിച്ചിട്ട് വെപ്രാളത്തോടു കൂടി നാട്ടിലിരുന്നു കൊണ്ട് ചിന്തിക്കുന്ന ഈ അച്ഛൻ, അമ്മ, വാപ്പ, ഉമ്മ, വാപ്പാക്കും ഉമ്മാക്കും വരുമാനം കുറഞ്ഞതിൻ്റെ പേരിലുള്ള ദുഃഖമല്ല പ്രിയപ്പെട്ടവരെ. എൻ്റെ മോൻ എന്ത് സംഭവിച്ചു? ഈ സാധുവായ മനുഷ്യൻ ഒരു മൊബൈൽ ഷോപ്പിൽ വന്നിട്ട്, മോനെ, ഞാൻ ഓനെ വിളിച്ചാൽ മാത്രം കിട്ടുന്നില്ല, ഒന്ന് നോക്കാവോ, ഒന്ന് പരിശോധിക്കാവോ, എന്താ കേട് എന്ന് നോക്കാമോ? ആ മൊബൈൽ ഷോപ്പിൻ്റെ ഓണർ ഇങ്ങോട്ട് വാങ്ങിയിട്ട്,
നോക്കിയപ്പം നേരത്തെ പറഞ്ഞ ട്യൂൺ ഇങ്ങനെ കേൾക്കുകയാണ്, ട്യൂണ് കേൾക്കുക. അപ്പം അവന് ആ നമ്പർ നോട്ട് ചെയ്തിട്ട് അവൻ്റെ മൊബൈലിൽ നിന്നും വിളിച്ചു, ഹലോ ഹലോ സുമേഷാണോ? ഞാൻ പേര് പറയുന്നത് സാങ്കല്പികമാണ് കേട്ടോ. അതെ സുമേഷാണല്ലോ. ആരായിരുന്നു? ഞാനേ നിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പ്. എന്താ വിഷയം? അല്ല, അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛൻ നിങ്ങളെ വിളിക്കാൻ ശ്രമിച്ചിട്ട് കുറേ മെനക്കെട്ടു, കിട്ടുന്നില്ല പോലും. എന്താ ദയവ് ചെയ്ത് ഈ വിഷയം പറഞ്ഞ് നിങ്ങൾ ഇനി മേലിൽ എന്നെ വിളിക്കരുത്. അച്ഛനോട് മര്യാദയ്ക്ക് ഇരുന്നോളാൻ പറയണം. അപ്പോൾ ഇയാൾ ഇവിടുന്ന് പറയുന്നു, മോനെ അവൻ്റെ അമ്മയ്ക്ക് സുഖമില്ല, അവൾ മരിക്കാൻ കിടക്കാണ്. മരണത്തിന് മുമ്പ് അവനുമായി ഒരു വാക്ക് ചോദിക്കണം, പറയണം, മിണ്ടണമെന്ന് ആശയമുണ്ട്, ആഗ്രഹമുണ്ട്, അവനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് പറഞ്ഞപ്പം പറയാം. പിന്നെ അമ്മയെ ഞാൻ തൊട്ടടുത്തുള്ള വൃദ്ധസദനത്തിലാക്കിയിട്ടുണ്ട്. ശരിയാ മോനെ, അവൻ ഞങ്ങളെ ഒരു നല്ല വീട്ടിൽ കൊണ്ടുപോയി പാർപ്പിച്ചിട്ടുണ്ട്. ഞാനും ഓളും അവിടെയാണ്. പക്ഷേ അമ്മ മരിക്കാൻ കിടക്കുന്നു. അമ്മയ്ക്ക് അവസാനമായി മോനോടൊരു വാക്ക് മിണ്ടണമെന്ന് ആശയമുണ്ട്, മോനെ ഒരു നോക്ക് കാണണമെന്ന് ആവശ്യമുണ്ട്. ഈ മകൻ പീഡിയക്കാരൻ്റെ ഫോണിൽ തിരിച്ചു പറഞ്ഞു, ഇനി മേലിൽ ഈ അച്ഛൻ്റെ ആവശ്യവുമായി നിങ്ങൾ എന്നെ വിളിക്കരുത്. കട്ട് ചെയ്തു. ഞാൻ പറയുന്നത് പഠിച്ച് വളർന്ന് പടച്ചവനില്ലാതെ, പരലോകമില്ലാതെ, അള്ളാഹും റസൂലുമില്ലാതെ, ഖുർആനും ഹദീസുമില്ലാതെ നമ്മുടെ പ്രിയപ്പെട്ട കിടാങ്ങൾ നശിക്കുന്നുവെന്ന് പറയുന്നതിനേക്കാൾ ഉപരി വാപ്പയറിയാതെ, ഉമ്മയറിയാതെ, സഹോദരനെ അറിയാതെ, സഹോദരി അറിയാതെ, ജീവിതത്തെക്കുറിച്ചിട്ട് വ്യക്തമായ കാഴ്ചപ്പാടുകളില്ലാതെ ജീവിതം അടിച്ചു പൊളിച്ച് നശിപ്പിക്കാനാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയോടുകൂടി ജീവിച്ചു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ നെഞ്ചിലേറ്റിക്കൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന നിങ്ങൾ നല്ല വാപ്പമാരാകാൻ പഠിക്കണം. അതെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, ഞങ്ങൾ ഇവിടുന്ന് നിങ്ങളെ പടച്ചു ഭൂമിയിലേക്ക് സമ്മാനിക്കുന്നത് നല്ല സഹോദരിമാരായിട്ടാണ്. നല്ല സഹോദരി എന്ന് പറഞ്ഞാൽ നിൻ്റെ വായിൽ നിന്ന് മുതിർന്നു വീഴുന്ന വാക്കുകളിലൂടെ സഹോദരങ്ങൾക്ക് വാത്സല്യവും സ്നേഹവും ഉണ്ടാകണം. നിന്റെ പെരുമാറ്റത്തിലൂടെ നിന്റെ കുടുംബത്തിൻ്റെ ഉള്ളിൽ ആശ്വാസവും സമാധാനവും ഉണ്ടാക്കണം. നീ ഇന്നൊരു സഹോദരിയാണ്, നീ ഇന്നൊരു മകളാണെങ്കിൽ മകളായ നിന്നിൽ നിന്ന് നിന്റെ മാതാപിതാക്കൾക്ക് നല്ല പെരുമാറ്റങ്ങൾ മാത്രം അനുഭവിക്കാൻ കഴിയണം. മകളായ നീ നാളെ ഒരു പുതിയ പെണ്ണായി മാറും. അഥവാ ഭാര്യാപദം അലങ്കരിക്കാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നീ വിധിക്കപ്പെടും. നീ ഭാര്യയാകുമ്പോൾ നിന്റെ ഭർത്താവിനോട് നല്ല നിലയിൽ പെരുമാറി പഠിക്കണം. നീ ഭാര്യയാകുമ്പോൾ നിന്റെ ഭർത്താവിനോട് നല്ല നിലയിൽ പെരുമാറി പഠിക്കണം. ആ ഭാഗം പറയാൻ തുടങ്ങിയാൽ പിന്നെ ഈ ഇരിക്കുന്ന ആളുകൾ എന്നെ എറിഞ്ഞുകൊല്ലും, അധികം സമയം നീണ്ടുപോകും. ഭാര്യമാരാകാൻ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ മുസ്ലിം സഹോദരിമാരുടെ ജീവിതത്തിൽ അവർ പഠിച്ചു വളരേണ്ട ഒരുപാട് സത്യങ്ങളുണ്ട്, സന്ദേശങ്ങളുണ്ട്. നല്ല ഭാര്യമാരാകാൻ ശ്രമിക്കണം. അഥവാ നീ ഇന്ന് നല്ല സഹോദരിയും, നീ ഇന്ന് നല്ല മകളും, നീ നാളെ നല്ല ഭാര്യയുമായി മാറിയാൽ നാളേക്ക് ശേഷം നീ ഒരു നല്ല അമ്മയാകും, നല്ല ഉമ്മയാകും. നിൻ്റെ മടിയിൽ പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് നീ അമ്മിഞ്ഞ നൽകുമ്പോൾ നീ ഇവിടുന്ന് പഠിച്ചു പാസ്സായ ആ പരിശുദ്ധ ഖുർആനിൻ്റെ ലീലകൾ, അതിൻ്റെ പുണ്യമായ വാക്കുകൾ, അതിൻ്റെ പുണ്യമായ വരികൾ ഓതിക്കൊണ്ട് നീ അമ്മിഞ്ഞ നൽകണം. നീ പാല് കൊടുക്കണം. നിൻ്റെ മാറിൽ നിന്നും ചോർത്തി എടുത്ത് കുടിച്ചു വളരുന്ന ആ കുഞ്ഞ് വെറും പാല് മാത്രമല്ല, പാലിനോടൊപ്പം പാലിനേക്കാളും മാധുര്യമേറിയ നിൻ്റെ മനസ്സിൽ നിന്നും പകർന്നു നൽകപ്പെടുന്ന സംസ്കാരവും സ്വഭാവശുദ്ധിയും ഖുർആനിൻ്റെ നൂറും വെളിച്ചവും ആ കുഞ്ഞുങ്ങൾ ആവാഹിച്ചെടുക്കണം. ആ കുഞ്ഞുങ്ങൾ നിൻ്റെ മടിയിൽ വളർന്ന് മഹാരഥന്മാരായ സഹാബാക്കൾ, സലഫുസാലിഹീങ്ങൾ, മഹാന്മാരായ ഇമാമുകൾ, അയിമ്മത്തുൽ മുജ്തഹിദീങ്ങൾ, നമ്മൾ ഇമാം ബുഖാരി, ഇമാം ഷാഫി, ഇമാം അബൂ ഹനീഫ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുമുല്ലാ എന്നൊക്കെ പറയുന്നത് പോലെ അതിൻ്റെയും അപ്പുറത്തേക്ക് പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയ സഹോദരിമാർ കേൾക്കുമ്പോൾ ഫാത്തിമ ബീവി എന്ന ഒരു പെണ്ണിൻ്റെ കൊടിക്ക് കീഴിൽ അണിനിരന്നുകൊണ്ട് നാളെ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഫാത്തിമയെ പോലെ നല്ല അമ്മയാകണം. ഫാത്തിമയുടെ മടിയിൽ വളർന്ന 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഹസൻ, ഹുസൈൻ എന്നാണ് പേര്. ഹസനും ഹുസൈനും ഫാത്തിമയുടെ കരളിൻ്റെ കഷ്ണങ്ങളായിരുന്നു. അല്ല, അഷ്റഫുൽ ഖൽക്കായ താഹ റസൂലിൻ്റെ കരളിൻ്റെ 2 കഷ്ണങ്ങളായിരുന്നു. 2 മടിയിലും മാറി മാറി അവരെ ഇരുത്തുകയും അഷ്റഫുൽ അവരെ പോറ്റി വളർത്തുകയും ചെയ്തു. നല്ല ഉപ്പാപ്പയുടെ മടിയിൽ വളർന്ന ആ മക്കള് സ്വർഗലോകത്തെ യുവാക്കളുടെ നേതാക്കന്മാരായി മാറി. നല്ല ഉമ്മയായ ഫാത്തിമയുടെ മടിയിൽ വളർന്ന ആ 2 മക്കള് സ്വർഗലോകത്തെ യുവാക്കളുടെ നേതാക്കന്മാരായി മാറി. എൻ്റെ പ്രിയപ്പെട്ട ഈ സഹോദരങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ട ഈ സഹോദരിമാർ നാളെയുടെ അമ്മമാരാകുമ്പോൾ, നാളെയുടെ ഉപ്പമാരാകുമ്പോൾ അവരുടെ മടിയിൽ വളരാൻ പോകുന്ന കുഞ്ഞുങ്ങൾ സാലിഹീങ്ങളാകണം. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ഭാര്യാ സന്താനങ്ങളിലൂടെ, ഞങ്ങളുടെ മക്കളിലൂടെ, ഞങ്ങളുടെ കൂട്ടുകുടുംബാദികളിലൂടെ
ഞങ്ങളുടെ കണ്ണിന് കുളിർമ നൽകണമേ, സന്തോഷം പകരണമേ എന്ന പ്രാർത്ഥന നമ്മുടെ ജീവിതം കൊണ്ട് അനർത്ഥമാക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. സൂറത്തുൽ ബഖറയിൽ 4 കാലിൽ നടക്കുന്ന ഒരു ബഖറയുടെ ചരിത്രം ഓതിക്കൊണ്ട് ആരംഭിച്ച ഖുർആൻ പഠനം ഓതി 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 അവസാനം ഈ കുഞ്ഞുങ്ങൾ അന്നാസിലാണ് എത്തിയത്. അന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ് അർത്ഥം, മനുഷ്യൻ. ഈ കുഞ്ഞുങ്ങൾ ഖുർആൻ പഠിച്ചതോടുകൂടി ഒരു നല്ല മനുഷ്യനായി. വീണ്ടും ഞാൻ ആവർത്തിക്കട്ടെ, ഒരു നല്ല മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഭർത്താവാകുന്നു, നല്ല ഭാര്യയാകുന്നു, നല്ല വാപ്പയാകുന്നു, നല്ല ഉമ്മയാകുന്നു, ഒരു നല്ല സഹോദരനാകുന്നു, നല്ല സഹോദരിയാകുന്നു, സത്യസന്ധനായ കച്ചവടക്കാരനാകുന്നു, സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന സൽസ്വഭാവിയായ മുസ്ലിമാകുന്നു, മുഅ്മിനാകുന്നു. അങ്ങനെയൊക്കെ നമ്മുടെ ഈ കിടാങ്ങളെ കാണുമ്പോൾ നമ്മുടെ കണ്ണിന് കുളിർമയുണ്ടാകണം. ആ കുളിർമ അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ചരിത്രങ്ങളും സംഭവങ്ങളും ഒക്കെ പറഞ്ഞ് എൻ്റെ മനസ്സിനെ ആവേശം കൊള്ളിക്കാൻ എൻ്റെ പ്രിയങ്കരമായ മാതൃസ്ഥാപനത്തിലേക്ക് ഞാൻ പ്രസംഗാവേശത്തോടു കൂടിയാണ് വന്നത്. പക്ഷേ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ അത്തരം പ്രഭാഷണത്തിൻ്റെ ശൈലികളൊക്കെ നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, അനുഭവങ്ങളിലൂടെ ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന തരത്തിൽ ജീവിത പുസ്തകത്തിൽ എഴുതി ചേർത്ത ഓരോ അധ്യായങ്ങളെയും വായിക്കുമ്പോൾ അഭിമാനത്തോടുകൂടി ജീവിച്ചിരിക്കുന്ന പിൻഗാമികൾക്കും നമ്മുടെ മുമ്പിൽ മയ്യത്തായിട്ടും മറന്നുപോകാത്ത അവസ്ഥയിൽ ഖബറിടത്തിൽ സ്വർഗം അനുഭവിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ മുത്തവല്ലിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തൊട്ട് കാണിക്കാൻ കഴിയുന്ന മഹത്തായ ഒരു മാതൃകയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ബുദ്ധിയും കഴിവും വിദ്യയും പണവും സാമ്രാജ്യത്തിന് തുല്യമായ കച്ചവട മേഖലകളുമൊക്കെ അദ്ദേഹം എങ്ങനെ വിനിയോഗിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പടച്ചവൻ നൽകിയ അനുഗ്രഹങ്ങളെ ഇന്നീ കാണുന്ന തരത്തിൽ പരലോകത്തിൻ്റെ സമ്പാദ്യമാക്കി മാറ്റിയത് നമ്മൾ കണ്ടതാണ്. ഇതൊന്നും പ്രസംഗിക്കാൻ മാത്രമല്ല, വേണമെങ്കിൽ നമുക്ക് തൊട്ട് കാട്ടി പരിചയപ്പെടുത്താൻ ഉതകുന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ ജീവിച്ചിരുന്ന മഹാരഥന്മാർ വെട്ടിത്തെളിച്ച വഴിയിലൂടെ നമുക്ക് നടക്കാൻ കഴിയണം. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ പണം കുറവാണെങ്കിലും നമുക്ക് പടച്ചവൻ തന്ന ആരോഗ്യം, നമുക്ക് പടച്ചവൻ തന്ന നാവ്, നമുക്ക് പടച്ചവൻ തന്ന കർമ്മശേഷി, നമുക്ക് പടച്ചവൻ തന്ന ഇൽമ്, ഇതൊക്കെ ഉപയോഗപ്പെടുത്തി നമുക്ക് ഉപകാരപ്പെടണം, നമ്മുടെ കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടണം, സമൂഹത്തിന് ഉപകാരപ്പെടണം. നമ്മുടെ പ്രിയങ്കരികളായ സഹോദരിമാരെ വീണ്ടും വീണ്ടും കേൾക്കണം. നിങ്ങൾ നിങ്ങളുടെ പ്രഭാഷണങ്ങളിലൂടെയും ഖുതുബകളിലൂടെയുമല്ല, നിങ്ങൾ പോയി കയറുന്ന വീടുകളിൽ നിങ്ങളുടെ രഹസ്യമായ പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ അഥവാ നിങ്ങളുടെ പെരുമാറ്റ ശുദ്ധിയിലൂടെ ഈ മലപ്പുറം ജില്ലയിൽ വിപ്ലവകരമായ ഒരു മാറ്റമുണ്ടാകണം. കേരളത്തിലൊട്ടാകെ വിപ്ലവകരമായ മാറ്റമുണ്ടാകണം. നിങ്ങളുടെ സ്വഭാവവും പെരുമാറ്റവും ശബ്ദവും ഒക്കെ കണ്ട് നിങ്ങളുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ ദീനുണ്ടാകണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലത്തെ കഠിന പ്രയത്നത്തിൻ്റെ ഒടുവിൽ അവിടുത്തെ വിശപ്പും ദാഹവും ത്യാഗവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മറന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഉയർന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞൊരു ശബ്ദമുണ്ട്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്. പടച്ചവനെ, ഞാൻ എൻ്റെ 23 വർഷക്കാലത്തെ ത്യാഗോജ്ജലമായ സഞ്ചാരത്തിലൂടെ പടുത്തുയർത്തിയ ഒരു പറ്റം ആളുകളാണ് ഈ തലപ്പാവ് ധരിച്ചുകൊണ്ട് മുമ്പിലിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ദീൻ എത്തിച്ചു തന്നു, ഞാൻ നിങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്നു, ഞാൻ നിങ്ങൾക്ക് തഖ്വ പറഞ്ഞു തന്നു, ഞാൻ നിങ്ങൾക്ക് ഈമാൻ പഠിപ്പിച്ചു തന്നു, നിങ്ങൾക്ക് ഞാൻ സ്വഭാവശുദ്ധി പഠിപ്പിച്ചു തന്നു. ശരിയല്ലേ? ശരിയാണ് നബിയെ. അല്ലാഹുവേ നീ സാക്ഷിയാണ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്. അതിനുശേഷം അഷ്റഫുൽ ഖൽഖ് പറഞ്ഞ ഒരു അഭിമാനത്തിൻ്റെ പ്രഖ്യാപനമുണ്ട്. ആ പ്രഖ്യാപനമാണ് സമാപന സന്ദേശമായി ഞാൻ നിങ്ങളുമൊക്കെ ചെവി കൊണ്ട് കേൾക്കേണ്ടത്, അല്ല കൽബ് കൊണ്ട് കേൾക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, അസ്ഹാബി കന്നുജൂം, അസ്ഹാബി കന്നുജൂം. ഞാനിവിടെ പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ പ്രസംഗിക്കാൻ കയറിയപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് ഓതിയിട്ട് വബിൻ നജ്മി ഹും യഹ്തദൂൻ എന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. വബിൻ നജ്മി ഹും യഹ്തദൂൻ. ഞങ്ങളുടെ ഉസ്താദന്മാർക്ക് ഭയങ്കര സന്തോഷം, എന്നെ ഒരുപാട് കൺഗ്രാജുലേഷൻ ചെയ്തു. വബിൻ നജ്മി ഹും യഹ്തദൂൻ. നജ്മികളിലൂടെ വഴി അറിയാതെ ഇരുട്ടിൽ തപ്പുന്ന ആളുകൾ, ആഴക്കടലുകളിൽ അലഞ്ഞു തിരിയുന്ന ആളുകൾക്ക് ഇതാ ഉദിച്ചു നിൽക്കുന്ന ഒരു നക്ഷത്രത്തെ പോലെ എൻ്റെ അസഹാബികളെ ഞാൻ ആകാശത്തിൽ ഉയർത്തിപ്പിടിക്കുകയാണ്. ഈ നജിമികളെ ഞാൻ ആകാശത്തിൽ ഉയർത്തിപ്പിടിക്കുകയാണ്. അസ്ഹാബി കന്നുജൂം. ഇതാ ഇവരൊക്കെ നജിമികളാണ്, ഇവരൊക്കെ നജുമുകളാണ്, അഥവാ ആകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രത്തിന് തുല്യരാണ്. വഴിയറിയാതെ അലയുന്ന, നേരത്തെ ബഷീർ സാഹിബ് മറ്റൊക്കെ സൂചിപ്പിച്ചല്ലോ ലോകത്തിൻ്റെ ദുർഘടമായ സഞ്ചാരത്തെക്കുറിച്ച്. അത്തരം ആളുകൾക്കൊക്കെ ഇനി വഴിയറിയില്ല എന്ന് പറയേണ്ട, അവർക്കൊക്കെ ദിശ കാട്ടിക്കൊടുക്കാൻ, മാർഗം കാട്ടിക്കൊടുക്കാൻ എൻ്റെ സഹാബാക്കളുണ്ട്, എൻ്റെ ശിഷ്യന്മാരുണ്ട്, ഹാഫിളാത്തുകളായ. ഇത്രയും കാലം ഞങ്ങൾക്ക് മെഹ്റാബുകളിലും മിമ്പറുകളിലും ഗസ്റ്റ് താലീമുകൾക്ക് വേണ്ടിയിട്ട് പൊതു സദസ്സുകളിലുമൊക്കെ പുരുഷന്മാരെ സൃഷ്ടിക്കാനാണ് കഴിഞ്ഞതെങ്കിൽ അൽഹംദുലില്ലാ അടുക്കളകളിലേക്ക്, വീടകങ്ങളിലേക്ക്, കുടുംബത്തിൻ്റെ ഉള്ളിലേക്ക്
പടച്ചുവിടാൻ അള്ളാഹു ഞങ്ങൾക്ക് കുറേ പെൺകുട്ടികളെയും തന്നു. ഇതാ കുടുംബങ്ങൾ ഇനി നന്നാകണം, വീടുകൾ ഇനി നന്നാകണം, നാട് നന്നാകണം. അസ്ഹാബി കന്നുജൂം, എൻ്റെ അനുയായികൾ, എൻ്റെ അനുയായികൾ, എൻ്റെ അനുയായികൾ ആകാശത്ത് തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലെയാണ്. ബി അയ്യിഹിം ഇഖ്തദൈതും വഹ്തദൈതും. മലപ്പുറംകാരെ, കേരളക്കാരെ, ലോകരെ, ഈ സന്ധ്യാസമയത്ത് അവസാനമായി ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കട്ടെ, എൻ്റെ അഷ്റഫുൽ ഖൽക്കിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഒരിക്കൽ കൂടി പറയട്ടെ. ഇവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും, അപ്പുറത്തുള്ള പെൺകുട്ടികളെ പിന്തുടർന്നാലും, ഈ ഇരിക്കുന്ന ആൺകുട്ടികളെ പിന്തുടർന്നാലും, ഇഹ്തദൈതും, നിങ്ങൾക്ക് നേർമാർഗം സിദ്ധിക്കാൻ കഴിയും, നേർമാർഗം സിദ്ധിക്കാൻ കഴിയും. ഈ പ്രഖ്യാപനം അനർത്ഥമാകണം. നമ്മളെ കാണുന്നവർക്ക് ദീനുണ്ടാവണം, നമ്മളെ കേൾക്കുന്നവർക്ക് ദീനുണ്ടാകണം, നമ്മളിലൂടെ ലോകത്ത് ദീൻ വളരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നമ്മളെയും ഒക്കെ അതിനുവേണ്ടി കബൂലാക്കുമാറാകട്ടെ. നജ്മുൽ ഹുദായ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ, നെജ്മികളെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ നെജ്മ് നമുക്ക് വേണ്ടി പടുത്തുയർത്തുന്ന നമ്മുടെ ബഹുമാന്യനായ മുത്തവല്ലിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ച് വളർത്തിയ നമ്മുടെ ഉമ്മവാപ്പമാർക്കും നമ്മുടെ ഉസ്താദന്മാർക്കും ഉയർന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ സംബന്ധിച്ച മുഴുവൻ സഹോദരി സഹോദരന്മാരെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു കേട്ടതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ ഖുർആനിൻ്റെ സുന്ദരമായ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നയിക്കാൻ, അവസാനം ഈമാനോടുകൂടി മരിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, അധിക പ്രസംഗങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, സമയം അധികരിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കേട്ട് സഹിച്ച എൻ്റെ പ്രിയങ്കരരായ ബഹുമാന്യരായ സദസ്യരെല്ലാം ക്ഷമിക്കണം. എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, നമ്മുടെ ഈ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം, ദീനിയായ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഒക്കെ ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ, സ്വർഗ്ഗത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശുക്രൻ.